സയൻസ് പീപ്പിളിൻ്റെ 103-ാമത്തെ പ്രഭാഷണ പരമ്പരയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെയും സൂമിലൂടെയും പങ്കെടുക്കുന്ന എല്ലാവരെയും ആദ്യമായി ഈ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ടോക്ക് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ഷൈനി വേലായുധൻ, ഡോക്ടർ അനിൽകുമാർ PR ഇവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സയൻസ് പീപ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലും വിദേശത്തുമായി നടക്കുന്ന ഏറ്റവും നൂതനമായ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളെ നമ്മുടെ പൊതുജന മധ്യത്തിലും വളർന്നു വരുന്ന കുട്ടികളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. കോവിഡ് കാലത്ത് തുടങ്ങിയ ഈ കൂട്ടായ്മ ബേസിക് സയൻസ് വിഷയങ്ങളിൽ കുട്ടികൾക്കുണ്ടായ സംശയങ്ങളിൽ ഏറ്റവും നല്ല എക്സ്പേർട്ടിനെ കൊണ്ട് കുട്ടികൾക്കുണ്ടായ സംശയങ്ങൾ തീർക്കുക എന്നതും സമൂഹത്തിൽ ശാസ്ത്ര അവബോധം വളർത്തുക, തെറ്റായ ശാസ്ത്ര സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് പോകാതിരിക്കുക എന്നീ ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയതാണ്. സർവോപരി സയൻസ് അറിവിൽ തന്നെ പൂർണ്ണമാണ് എന്ന ആശയത്തിലൂടെ ഇതറിഞ്ഞിട്ട് എനിക്കെന്ത് എന്നതിലും ഉപരി അറിവിൽ തന്നെ പൂർണ്ണമാണ് എന്ന ആശയത്തിലൂടെയാണ് ഈ കൂട്ടായ്മ മുന്നേറുന്നത്. ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ വിഷയം 3D ബയോ പ്രിന്റിംഗ് എന്നതാണ്. നമുക്കറിയാം, ഒരു ഭാവനാപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആക്സിഡന്റിലൂടെയോ അസുഖത്തിലൂടെയോ നമുക്ക് നഷ്ടമാകുന്ന ഒരു അവയവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ഡോണറിന് വേണ്ടി കാത്തിരിക്കും. അതില്ലാതെ നമുക്ക് നമ്മുടെ അവയവം തന്നെ ഒരു പ്രിന്ററിൽ പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റിയാൽ അത് എത്ര മനോഹരമായിരിക്കും, എത്ര രസകരമായിരിക്കും. നഷ്ടപ്പെട്ട ഒരു അവയവം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമുക്ക് കഴിക്കേണ്ട മാംസം ഒരു പ്രിന്റിംഗ് മെഷീനിൽ നമ്മുടെ വീട്ടിൽ തന്നെ പ്രിന്റ് ചെയ്ത് വെക്കാൻ പറ്റുക, വളർത്താതെ, കോഴിയെ വളർത്താതെ അല്ലെങ്കിൽ ആടിനെ വളർത്താതെ അത് ചെയ്യാൻ പറ്റുക. രസകരമായ ആ വിഷയത്തിന് ഇന്ന് നൂതനമായി അറിയപ്പെടുന്നത് 3D ബയോ പ്രിന്റിംഗ് എന്നാണ്. ചൈനയിലും ഇസ്രായേലിലുമൊക്കെ ചില ഹോട്ടലുകളിലെങ്കിലും ഇന്ന് 3D ബയോ പ്രിന്റഡ് മീറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ലാബിൽ പ്രിന്റ് ചെയ്ത ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. രസകരമായ ആ വിഷയം നമ്മളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരായ ഡോക്ടർ അനിൽകുമാർ PR-ഉം ഡോക്ടർ ഷൈനി വേലായുധനുമാണ്. ഈ വിഷയത്തിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോളജിക്കൽ വിങ്ങിൽ ടിഷ്യൂ കൾച്ചർ ആൻഡ് 3D പ്രിന്റിംഗ് വിഭാഗത്തിലെ മേധാവിയാണ് ശ്രീ അനിൽകുമാർ PR. അതേ വിഭാഗത്തിൽ തന്നെ 3D ബയോ പ്രിന്റിങ്ങിൻ്റെ രസതന്ത്ര സാധ്യതകളെ കുറിച്ച് ഗവേഷണം ചെയ്യുന്ന ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ ഷൈനി വേലായുധൻ. ഇവരുടെ ഈ വിഷയത്തിൽ ഇന്ത്യയിലും വിദേശത്തുമായി ഗവേഷണവും 50-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും അവതരിപ്പിച്ച് ഈ മേഖലയിൽ ഗവേഷണം കടലാസിൽ ഒതുക്കാതെ, അതിൽ സാധാരണ ഗവേഷണങ്ങൾ ഒരുപക്ഷെ കടലാസിൽ ഒതുങ്ങിപ്പോകും, അതിൻ്റെ പ്രവർത്തികൾ സമൂഹത്തിലെത്താൻ വർഷങ്ങൾ എടുക്കുമായിരിക്കും. ഇവരുടെ പ്രവർത്തന മേഖലയെ കടലാസിൽ ഒതുക്കാതെ അവരുടെ ടെക്നോളജിയെ ഇൻഡസ്ട്രിക്ക് കൈമാറി അടുത്ത കാലത്ത് ഇന്ത്യയിൽ മുഴുവൻ ദേശീയ പ്രാധാന്യം നേടിയ ഒരു പത്രസമ്മേളനം നമ്മൾ കണ്ടതായിരിക്കും. ആ വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കാൻ ശ്രീ ഡോക്ടർ ഷൈനി വേലായുധൻ, ഡോക്ടർ PR അനിൽകുമാർ സർ, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ടോക്ക് നയിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. 3D ബയോ പ്രിന്റിംഗ് എന്താണ്, ആരോഗ്യരംഗത്ത് അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നീ വിഷയങ്ങൾ ആദ്യമായി പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചു തരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനു മുന്നേ ഞാനും ഡോക്ടർ അനിലും സയൻസ് പീപ്പിളിനോടും ഞങ്ങളെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഈ അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ അഭിമാനമുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നീതിപരമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സംവാദം ഫലപ്രദമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഈ അവസരം നൽകിയതിൽ ഒരുപാട് നന്ദി.
ആദ്യമായി നമുക്ക് ചോദിക്കാനുള്ളത് ഈ 3D പ്രിന്റിംഗ് എന്താണ്, അത് ആരോഗ്യ രംഗത്ത് എങ്ങനെ പ്രയോജനപ്പെടുന്നു, അത്തരം കാര്യങ്ങൾ ഒന്ന് നമുക്ക് നമുക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ കഴിയുന്നതും ഒരു സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയാൻ ശ്രമിക്കാം. 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഒരു വസ്തു പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുതിയ രീതിയാണ്. സാധാരണ പ്രിന്ററുകൾ നമ്മൾ പേപ്പറിൽ മഷി ഉപയോഗിച്ച് അച്ചടിക്കുന്നത് പോലെ 3D പ്രിന്ററുകൾ ഉപയോഗിച്ച് നമുക്ക് പ്ലാസ്റ്റിക്, ലോഹം, റെസിൻ തുടങ്ങിയ പല സാധനങ്ങളും ത്രിമാന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് 3D പ്രിന്റ്. ഇതിന് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് നമ്മൾ പറയുന്നത് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്നാണ്. അപ്പോൾ ഒരു സാധാരണ പ്രിന്ററിൽ നമുക്ക് 2D ആയിട്ടാണ് ഒരു പ്രിന്റ് കിട്ടുന്നത് ഈ കടലാസിൽ. അതായത് വീതിയും ഉയരവും മാത്രമുള്ളൊരു ചിത്രം അച്ചടിക്കുമ്പോൾ 3D പ്രിന്ററിൽ വീതിയും ഉയരവും കൂടാതെ അതിൻ്റെ ആഴം, ഡെപ്ത് കൂടി കണക്കിലെടുത്തിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ത്രിമാന രൂപമാണ്. അതിനാൽ നമുക്ക് 3D പ്രിന്റർ ഉപയോഗിച്ചിട്ട് മോഡലുകൾ, കളിപ്പാട്ടങ്ങൾ, സ്പെയർ പാർട്സുകൾ, പിന്നെ ആരോഗ്യ മേഖലയിലെ കാര്യം പറയുകയാണെങ്കിൽ പ്രോസ്റ്റസ്, പിന്നെ കൃത്രിമ പല്ലുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഓരോരോ പേഷ്യൻറ്റിൻ്റെ അളവും അതിൻ്റെ അവരുടെ ആ ആർക്കിടെക്ചർ ഡിസൈൻ അനുസരിച്ച് കൃത്യമായിട്ട് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം സാധാരണ നമുക്ക് ഈ 3D പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനാണ്. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഒരു ത്രിമാന ഡിസൈൻ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഈ ഡിസൈൻ നമ്മൾ ഒരു 3D പ്രിന്റർ എന്ന് പറയുന്ന ഉപകരണത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഡിസൈനിൻ്റെ അതേ അളവിലും അതേ ആർക്കിടെക്ചറിലും നമുക്ക് ഒരു സാധനം പ്രിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3D പ്രിന്റിങ് ആരോഗ്യ മേഖലയിൽ ഒരുപാട് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും. രതീഷ് തുടക്കത്തിൽ തന്നെ പറഞ്ഞ മാതിരി നമുക്ക് കൃത്രിമ അവയവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു രീതിയാണ് 3D പ്രിന്റിങ്. അപ്പോൾ 3D ബയോ പ്രിന്റിങ്ങിനെ പറ്റി ഡോക്ടർ അനിൽ കൂടുതലായി പറയും. 3D പ്രിന്റിങ് വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൈ, കാലുകൾ തുടങ്ങിയ സാധനങ്ങളുടെ, അതായത് പ്രോസ്തെറ്റിക് ലിംസ് എന്ന് പറയും, അത് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. സാധാരണഗതിയിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പ്രക്രിയ നമുക്ക് കുറച്ച് മണിക്കൂറുകളിൽ ചെയ്യാം. അതാണ് ഒരു വലിയ അഡ്വാൻറ്റേജ്. നമുക്കൊരു ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ പലതരം മെഡിക്കൽ ഉപകരണങ്ങൾ നമുക്ക് 3D പ്രിന്റിങ്ങിലൂടെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ 3D പ്രിന്റിങ് പ്രയോജനപ്പെടുത്തുന്ന ആരോഗ്യ മേഖല ഡെന്റൽ ഇംപ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണ്. നമ്മളുടെ പലരുടെയും വായിക്കകത്ത് എപ്പോഴെങ്കിലും നമ്മൾ ക്രൗൺ വെച്ചിട്ടുണ്ടോ? അപ്പോൾ അത് സിറാമിക് ക്രൗണാണ്. സിറാമിക്സ് 3D പ്രിന്റ് ചെയ്ത് നമ്മുടെ പല്ലിൻ്റെ അളവ് ഡോക്ടർ എടുത്തിട്ട് ആ ഒരു മോൾഡ് അയച്ചു കൊടുത്ത് അതിൻ്റെ രീതിയിൽ 3D പ്രിന്റ് ചെയ്ത സാധനങ്ങളാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. അത് സിർക്കോണിയയിലാണ് മിക്കപ്പോഴും ചെയ്യുന്നത്. ചിലവ് കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ നമ്മൾ മെറ്റൽസിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെ അധികം പ്രിസൈസ് ആയിട്ട് വായിക്കാത്ത വെക്കാനും പറ്റും. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല്ലിൻ്റെ അതേ നിറത്തിൽ നമുക്ക് ഇത് പ്രിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെച്ച പല്ല് ഏതാണ്, മറ്റേ പല്ല് ഏതാണ് ഒട്ടും തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അത് അപ്പോൾ ഈ ഡെന്റൽ ഇതിൽ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഡെന്റൽ ഭാഗത്ത് തന്നെ നമ്മൾ സർജിക്കൽ ഗൈഡ്സ് എന്ന് പറയും. അതായത് നമ്മൾ ഈ ഡോക്ടർ പല്ല് ഡ്രില്ല് ചെയ്യുമ്പോൾ ഈ താടിയെല്ലിൻ്റെ അടുത്തുള്ള ഒരു നെർവ് ഉണ്ട്, അത് തട്ടിപ്പോയാൽ, അത് മുറിഞ്ഞു പോയാൽ നമ്മുടെ ആ ഭാഗം അങ്ങ് മരവിച്ച് പോകാറുണ്ട്. അപ്പോൾ അധികം പരിചയമില്ലാത്ത അല്ലെങ്കിൽ പുതുതായിട്ട് ഈ ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാരാണെങ്കിൽ ഈ നെർവ് തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു സർജിക്കൽ ഗൈഡ് അവിടെ വെക്കും. എന്നിട്ട് ഈ ഡ്രില്ലിങ് അവിടെ വരെ ചെയ്യുള്ളൂ, അതിൻ്റെ താഴെ ചെയ്യുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഈ രോഗിക്ക് പ്രത്യേകിച്ച് കൂടുതൽ വേദനയോ തരിപ്പോ ഒന്നുമില്ലാതെ ഈ സാധനങ്ങൾ ചെയ്യാനില്ല. അപ്പോൾ ആ സർജിക്കൽ ഗൈഡ്സ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. കൃത്യമായിട്ട് ഈ രോഗിയുടെ താടിയെല്ലിൻ്റെ ഏത് ഭാഗത്താണ് ഈ നെർവ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സാധനങ്ങൾ നമുക്ക് കൃത്യമായി ചെയ്യും. പിന്നെ വേറൊരു സാധ്യത ഈ ആരോഗ്യ മേഖലയിലുള്ളത് ഓർഗൻ മോഡൽസ് ഉണ്ടാക്കുക 3D പ്രിന്റിംഗ് വഴി. അതായത് ഒരു സർജറിക്ക് മുന്നേ ആ ഒരു പെർട്ടിക്കുലർ ഓർഗൻ്റെ അതേ രൂപത്തിലും അതേ വലുപ്പത്തിലും നമ്മൾ ആദ്യമേ ഒരു ജീവനില്ലാത്ത ഓർഗൻ ഉണ്ടാക്കിയിട്ട് ഈ സർജറി ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ മുകളിൽ ഒരു പ്രാക്ടീസ് ചെയ്താൽ അവർക്കൊരു ആ സർജറിയെ കുറിച്ചൊരു ധാരണയും അത് കുറച്ചുകൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്യാനും പറ്റും. ഇത് കാരണം ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സമയം ലാഭിക്കാം. പിന്നെ ആ സർജറിയിൽ വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റിയിട്ട് ഇവർക്ക് നേരിട്ട് ഒരു
ധാരണ ഉണ്ടാകും. അത് കാരണം മിക്കപ്പോഴും ഇത് കുറച്ചുകൂടെ എളുപ്പത്തിലാവാറുണ്ട്. ഇത് ചിത്രയിലൊക്കെ അത് ഇപ്പോൾ തന്നെ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു പല വലിയ ആശുപത്രികളിലും ഈ ഓർഗൻ മോഡൽസ് ഉണ്ടാക്കി, സർജറി മോഡൽസ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യുന്നതിന്, ഈ സർജറി ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രാക്ടീസ് അവർ നടത്തുന്നുണ്ടെന്ന്. പിന്നെ വേറൊരു മേഖലയുള്ളത് മരുന്നുകളുടെ നിർമ്മാണമാണ്. പേഴ്സണലൈസ് മെഡിസിൻ എന്ന് നമ്മൾ പറയും. ഒരു രോഗിക്ക് വേണ്ട രീതിയിലുള്ള ഒരു 10 മരുന്നുകൾ വേണമെങ്കിൽ ആ രീതിയിലുള്ള ആ അളവിലുള്ള മരുന്നുകൾ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത് ആണ് നമ്മൾ പേഴ്സണലൈസ് മെഡിസിൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു വലിയൊരു മേഖല 3D പ്രിന്റിങ്ങിൽ ഉള്ളത് 3D പ്രിന്റഡ് സ്കിൻ വെച്ചിട്ടാണ്. അത് ആക്ച്വലി ബയോ പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത്. അത് പക്ഷെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല, കോസ്മെറ്റിക് എന്താ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ ഈ ക്രീമുകൾ പലതും എടുത്ത് നോക്കിയാൽ അതിൻ്റെ മേത്ത് എഴുതിയിട്ടുണ്ട് ക്രുവൽറ്റി ഫ്രീ. ക്രുവൽറ്റി ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് അത് മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്തതല്ല, 3D പ്രിന്റഡ് ആയിട്ടുള്ള ഓർഗൻസിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് പാസ്സാക്കി വന്നിരിക്കുന്നതെന്ന് ആണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് 3D പ്രിന്റിങ്ങിൻ്റെ 3D പ്രിന്റിങ് എന്താണെന്നും 3D പ്രിന്റിങ്ങിൻ്റെ ഹെൽത്ത് കെയറിൽ എന്തൊക്കെ സംഭാവനകളാണ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു നക്ഷത്രം. ഇതിന്റെ പ്രധാനപ്പെട്ട ചാലഞ്ച് എവിടെയാണ് കിടക്കുന്നത്? ഈ കുട്ടികൾക്ക് ഗവേഷണ സാധ്യതകൾ ഇതിലെങ്ങനെയാണ്? ഈ ഒരു മേഖലയിൽ എന്തൊക്കെ ഗവേഷണ സാധ്യതകൾ, ഏതൊക്കെ ഫീൽഡിൽ ഉള്ള ആൾക്കാർക്ക് ഇതിൽ ഗവേഷണ സാധ്യതകളുണ്ട്? ഇതിപ്പോൾ എന്താ ആരോഗ്യ മേഖലയെ പറ്റിയാണോ ചോദിക്കുന്നത്? ഇതിപ്പം 3D പ്രിന്റിങ് ഏത് ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഇപ്പം എൻ്റെ അറിവിൽ ഞാനീ പറഞ്ഞ എല്ലാത്തിനും ഗവേഷണ സാധ്യതകളുണ്ട്. ഡെന്റലിലാണെങ്കിലും ഓർത്തോപെഡിക്കിലാണ്. ഡെന്റലിലും ഓർത്തോപെഡിക്കിലാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്. അത് എല്ലിലും പല്ലിലും. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ചലഞ്ച് എന്താന്ന് പറഞ്ഞാൽ 3D പ്രിന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇംപ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള പോളിസീസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതാണ് ഇപ്പോൾ ഉള്ള ചലഞ്ച്. ഇത് ഉണ്ടാക്കുന്നതിനേക്കാളും ഇത് പ്രാവർത്തികമാക്കുന്ന ചലഞ്ചാണ് ഇപ്പം നിലവിലുള്ളത്. നമ്മളിപ്പം 3D പ്രിന്റ് ചെയ്ത് വെക്കുന്ന മിക്കതും ഡെന്റൽ വായിക്ക് ഉള്ള സാധനം അത് ഇപ്പോൾ അലൗഡാണ്. പക്ഷേ അതിൻ്റെ അപ്പുറമുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ഇതിനൊന്നും പോളിസീസ് ഒന്നും ഇതുവരെ നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ല. അപ്പം അത് ഒരു ചലഞ്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 3D ബയോ പ്രിന്റിങ്, അതിന്റെ സാധ്യതകളും അതെങ്ങനെയാണ് സാധാരണ 3D പ്രിന്റിങ്ങുമായി എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ പറഞ്ഞ ഡെന്റൽ പ്രിന്റിങ്ങുമായിട്ട് 3D ബയോ പ്രിന്റിങ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചത്. ആദ്യം തന്നെ സയൻസ് പീപ്പിളിനോട് വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയെ കുറിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ ഒരു അവസരം തന്നതിൽ. 3D ബയോ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഒരു 3D പ്രിന്റിങ്ങിന്റെ ഒരു അഡ്വാൻസ്, കുറച്ചുകൂടെ നൂതനമായ ഒരു ഗവേഷണ ശാഖയാണ്. അതിപ്പോ ഒരു ഗവേഷണം മാത്രമായിട്ട് അത് ഒതുങ്ങുന്നില്ല. അതിപ്പോ പല വിധത്തിലുള്ള സാങ്കേതിക ഉൽപ്പന്നങ്ങളും അതിൽ നിന്ന് വന്നിട്ടുണ്ട്. പറയാനായിട്ട് എനിക്ക് സ്ലൈഡ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് സ്ലൈഡ് ഷെയർ ചെയ്യാം. ഈ 3D ബയോ പ്രിന്റിംഗ് എന്നുള്ള ഒരു സാങ്കേതികതയിലേക്ക് കയറുന്നതിന് മുമ്പേ എന്തിനാണ് ഇതിന്റെ ആവശ്യകത, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടെക്നോളജി ഉരുത്തിരിഞ്ഞു വന്നതെന്ന് പറയുന്നത് നന്നായിരിക്കും തോന്നുന്നു. നമ്മള് ഇപ്പം ഡോക്ടർ ഷൈനി പറഞ്ഞ മാതിരി 3D പ്രിന്റിങ്ങിന് ഒരുപാട് സാധ്യതകളുണ്ട്. 3D പ്രിന്റിംഗ് ആണ് ഞാൻ പറയുന്നത്, ബയോ പ്രിന്റിംഗ്. 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഒരു പ്രിന്ററിന്റെ സഹായത്തോടുകൂടി. അതിനൊരു മെറ്റീരിയൽ വേണം, അല്ലെ, ഒരു വസ്തു വേണം. ആ വസ്തുവാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ ഇങ്ക് എന്ന് പറയുന്നത് പേപ്പറിൽ പ്രിന്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഒരു 3D പ്രിന്ററിൽ ഉപയോഗിക്കുന്ന മഷിയെ നമ്മൾ വിളിക്കുന്ന ബിൽഡ് മെറ്റീരിയൽ എന്നാണ്. അപ്പൊ ഒരു ബിൽഡ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ, അത് നിർമ്മിക്കാനുള്ള വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ 3D പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പൊ ഇതിനകത്തുള്ള ചലഞ്ചുകൾ എന്തെന്നാലും ഒരു ബുദ്ധിമുട്ടുകൾ, ലിമിറ്റേഷൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മനുഷ്യ ശരീരത്തിനോട് ഇണങ്ങി നിൽക്കുന്ന ചില ബിൽഡ് മെറ്റീരിയലുകൾ ഉണ്ടാകും. കുറെയൊക്കെ 3D പ്രിന്റിങ്ങിന് ഇപ്പൊ ഓൾറെഡി അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് അതിന്റെ സാധ്യതകൾ എന്തെന്നൊക്കെ പറഞ്ഞാൽ, 3D പ്രിന്റിങ്ങിൽ ഒരു സർജൻ, ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നതിന് മുമ്പേ തന്നെ സർജറി ചെയ്യുന്ന അവയവത്തിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ, അത് അല്ലെങ്കിൽ അത് എത്ര വലിപ്പമുണ്ട് ഓർഗൻ, കാരണം ഇത് തുറന്നു നോക്കിയാലേ അറിയാൻ പറ്റും. സർജറി ചെയ്ത് മനുഷ്യ ശരീരം തുറന്നാലേ ആ അവയവം കാണാൻ പറ്റും.
അതിനു മുമ്പേ തന്നെ ഒരു CT സ്കാനോ MRI സ്കാനിൽ നിന്ന് ആ അവയവത്തിന്റെ 3D പ്രിന്റഡ് രൂപം ഉണ്ടാക്കി ആ ഡോക്ടർക്ക് കൊടുക്കുവാണെങ്കിൽ അത് കയ്യിൽ വെച്ചിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര വലിപ്പം ഉണ്ടാവും, അതിന്റെ കുഴപ്പം ഇന്ന സൈഡിലാണ്, പുറകിലാണോ മുമ്പിലാണോ എവിടെയാണ്, എത്ര വലിപ്പത്തിലുള്ള ഒരു ഡിഫക്റ്റ് ആണ്, ഇതൊക്കെ ആ ഡോക്ടറിന് നേരത്തെ തന്നെ മനസ്സിലും കൈകൊണ്ട് ഫിസിക്കലി അത് നമുക്ക് തൊട്ട് മനസ്സിലാക്കാം. അതാണ് ഈ ആദ്യം കാണുന്ന ചിത്രം. അതായത് ഒരു അവയവത്തിന്റെ മോഡൽ പ്രിന്റ് ചെയ്തിട്ട് അത് ഒരു സർജറിക്കോ ഒരു ശസ്ത്രക്രിയക്കോ ഉപയോഗിക്കാനായിട്ട് അതിന്റെ വിവരം വെച്ചിട്ട് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരു വളരെ നല്ലൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഈ കുഞ്ഞുങ്ങളിൽ വരുന്ന ജനിച്ച ഉടനെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഒരു ദ്വാരം കാണും. ഈ 4 അറകളാണല്ലോ ഹൃദയത്തിനുള്ളത്. ആ മേളിലത്തെ 2 അറകൾക്കിടയിൽ ഒരു ദ്വാരം കാണും. അത് അടയ്ക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ സർജറി ഉണ്ട്. ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ ചെയ്യേണ്ടി വരും, ന്യൂ ബോൺ. ആ സമയത്ത് എത്ര സർജറി ചെയ്യാൻ പറ്റും? വളരെ കുഞ്ഞ് ഇൻസിഷൻ ഇടാൻ പറ്റുള്ളൂ. 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 1 ഇഞ്ച്. അതിൽ ആ ചെറിയൊരു വിൻഡോയിൽ കൂടെ ആ ഹാർട്ടിനെ തുറന്ന് അതിനകത്തൊരു സർജറി ചെയ്യാൻ വളരെ വളരെ പ്രയാസമാണ്. മണിക്കൂറുകൾ നീണ്ടുപോകും. കാരണം ഇത് എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ഇതുപോലെ ഒരു മോഡല് നേരത്തെ തന്നെ എല്ലാ ഡോക്ടർമാർക്കും, കാരണം ഇത് പ്രിന്ററാണ്, ഇത് പ്രിന്റ് ചെയ്ത് കൊടുത്ത് എത്ര വേണമെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ ആ CT സ്കാൻ അനുസരിച്ച് ആ കുഞ്ഞിന്റെ തന്നെ ഹാർട്ടിന്റെ ചെറിയ രൂപം പ്രിന്റ് ചെയ്ത് ഈ ഡോക്ടർമാർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും നേരത്തെ അറിയാം ഇതിന്റെ ദ്വാരം എവിടെയാണ്, എത്ര വലിപ്പമുള്ള ദ്വാരമാണ്, ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്. ആ 8 മണിക്കൂറുള്ള പ്രിന്റ് ചെയ്യുന്ന ഈ മെറ്റീരിയൽ ഇത് ബയോ മെറ്റീരിയൽ ആണോ അല്ല സാധാരണ മെറ്റീരിയൽ പ്രിന്റ് ചെയ്ത് ഇക്വലന്റ് മോഡൽ അവർക്ക് കൊടുക്കും? മോഡലാണ്, വെറും സാധാരണ മെറ്റീരിയൽ, പ്ലാസ്റ്റിക് മെറ്റീരിയൽ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ പോലെയുള്ള പ്ലാസ്റ്റിക്കുകളാണ്. അത് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്, റിജിഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളും ഉണ്ട്. അപ്പം ഏകദേശം ഒരു അവയവത്തിന്റെ ടെക്സ്ചറിൽ തന്നെ ഇപ്പൊ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഫ്ലെക്സിബിൾ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഈ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ ചിലപ്പം 3-4 മണിക്കൂറായിട്ട് കുറയും. അത് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും ആ രോഗിക്കും ഡോക്ടർക്കും ആ ഒരു രോഗാവസ്ഥയ്ക്ക്. പിന്നെ രണ്ടാമത് കാണുന്ന ചിത്രം എന്തെന്ന് പറഞ്ഞാൽ എക്സോസ്കെൽറ്റൻ മാതിരിയുള്ള അതായത് നമ്മുടെ ഓഗ്മെന്റിംഗ് ഡിവൈസസ്. നമുക്ക് എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കാനായിട്ട് വയ്ക്കും. അപ്പൊ ഓരോരുത്തരുടെ മനുഷ്യ ശരീരം വ്യത്യസ്തമാണ്. നമുക്ക് തന്നെ അറിയാം വലതും ഇടതും കൈ വലിപ്പ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ 2 മനുഷ്യരുടെ കൈക്ക് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരാളുടെ കൈ സ്കാൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, 3D സ്കാൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ കൈക്ക് ഉതകുന്ന തരത്തിലുള്ള ഇതേപോലെയുള്ള ഡിവൈസസ് ഉണ്ടാക്കാം, പ്രിന്റ് ചെയ്തെടുക്കാം. അതാണ് വേറൊരു സാധനം. മൂന്നാമത് ഡോക്ടർ ഷൈനി പറഞ്ഞ മാതിരി ബയോ മെറ്റീരിയലുകളാണ്. ഇതൊക്കെ ശരീരത്തിന് പുറത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്, ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്നതാണ്. ശരീരത്തിന്റെ ഉള്ളിൽ വെക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും മെറ്റീരിയൽ വെക്കാൻ പറ്റും. അത് ബയോ മെറ്റീരിയൽ തന്നെ ആയിരിക്കും. നമ്മുടെ ശരീരവുമായി ഇഴങ്ങിച്ചേർന്ന് അതിനൊരു കുഴപ്പവും വരാത്ത തരത്തിൽ ശരീരവുമായി ഇഴങ്ങിച്ചേരുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും. ഒരു ബയോ മെറ്റീരിയൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിച്ച് വിൽ റെസ്പോണ്ട് ടു ദി ബയോളജിക്കൽ സിസ്റ്റം എന്നാണ്. അപ്പോ അങ്ങനെയുള്ള ചില വസ്തുക്കൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കറിയാം പല്ലടയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം, കൈ ഒടിഞ്ഞാൽ അകത്തിടുന്ന നമ്മള് മെറ്റല് വെച്ച് സ്റ്റീൽ ഇട്ടു എന്നൊക്കെ പറയും, സ്റ്റെന്റ് നമുക്കറിയാം. ഇതൊക്കെ ശരീരത്തിന്റെ ഉള്ളിൽ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ്. ഇതുമാതിരി ഒരു മെറ്റീരിയൽ ആയിരിക്കണം പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ച് പ്രിന്റ് ചെയ്തെടുക്കുന്ന ഇംപ്ലാന്റബിൾ ഡിവൈസസ് അതാണ് മൂന്നാമത്തെ ചിത്രം മേളിൽ കാണുന്നത്. നാലാമത്തെ താഴെ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ഈ 3D പ്രിന്റ് ചെയ്തിട്ട് ഫ്ലെക്സിബിൾ മെറ്റീരിയൽ വെച്ചിട്ട് പുറത്ത് നമുക്ക് കോസ്മെറ്റിക് ഇതിന് വേണം. ചില ആളുകൾക്ക് ശസ്ത്രക്രിയയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭാഗം തന്നെ അങ്ങ് പോകും. അത് പ്രത്യേകിച്ച് മുഖത്തിന്റെ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതേ സ്കിൻ ടെക്സ്ചറിലും ടോണിലും ഫ്ലെക്സിബിലിറ്റിയിലും ഒരിക്കലും തിരിച്ചറിയാത്ത തരത്തിൽ ഇമാതിരി 3D പ്രിന്റഡ് സാധനങ്ങൾ ഉപയോഗിക്കാം. ഇതാണ് സൗന്ദര്യം കൂട്ടാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ഒരു ഫീൽഡായിട്ട് വന്നിട്ടില്ല, വരാൻ സാധ്യതയുണ്ടാകും. കാരണം ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് എടുക്കുന്നത്. കാരണം പ്ലാസ്റ്റിക് സർജറി ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വേറെ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോഴുണ്ടായില്ലെങ്കിൽ പിന്നെ വരാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു മേഖല വരാതിരിക്കാൻ നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല, വരാം.
ഇതാണ് 3D പ്രിന്റിംഗ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3D ബയോ പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. ഇതൊന്നും ജീവനില്ലാത്ത സാധനങ്ങളാണ്, പ്ലാസ്റ്റിക്സ് ഓർ മെറ്റീരിയൽസ്. ബയോ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ ഈ പ്രിന്റ് ചെയ്തെടുക്കുന്ന വസ്തു ജീവനുള്ള വസ്തു. അപ്പോ അതിനൊരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇപ്പോ ഒരു ആക്സിഡന്റോ എന്തെങ്കിലും പറ്റി എല്ലൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ജതീഷ് നേരത്തെ മെൻഷൻ ചെയ്ത് ഇതാണ് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിളാണ്. അപകടം പറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നുണ്ടെങ്കിൽ സഹായം ചെയ്യേണ്ടി വരും, സർജിക്കലി ഒരു ശസ്ത്രക്രിയയിലൂടെ കറക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് ഒരു മെറ്റീരിയൽ എടുക്കുന്നതിനെക്കാട്ടിലും ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇപ്പൊ നമ്മുടെ സ്കിന്നാണ് പോയതെങ്കിൽ, നമ്മുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വന്ന് ഒരുപാട് സ്കിന്ന് നഷ്ടപ്പെട്ടാൽ വേറൊരു സ്ഥലത്ത് നമ്മൾ എടുത്തു വെക്കാറുണ്ട്, ഗ്രാഫ്റ്റിംഗ് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ എല്ലുകൾ നഷ്ടപ്പെട്ടു പോയാൽ വേറൊരു ഭാഗത്തു നിന്ന് എല്ലെടുത്താണ് വെക്കുക. അപ്പോ അങ്ങനെ ചെയ്യുന്ന ശസ്ത്രക്രിയകളെ പറയുന്ന പേരാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി. ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ശരീരത്തിന്റെ വേറൊരു ഭാഗത്ത് നിന്ന് വേറൊരു അവയവം അപ്പൊ തന്നെ ഉണ്ടാക്കി വെക്കുന്നതും അതാണ്. അപ്പൊ അങ്ങനെയുള്ള റീകൺസ്ട്രക്ട് സർജറി നമുക്കറിയാം, ഒരുപാട് ചെയ്യാറുണ്ട്, വളരെ കോമൺ ആണ് അത്തരം സർജറികൾ. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അതിനും കൂടുതൽ നമുക്ക് ഒരു ടിഷ്യോ ഓർഗനോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ശരീരത്തിൽ നിന്ന് എടുത്തു വെക്കേണ്ടി, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അതിനൊരു ദാതാവ് വേണ്ടി വരും. ചില കേസുകളിൽ അങ്ങനെയേ പറ്റുള്ളൂ, നമുക്ക് ശരീരത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഹാർട്ട് നിന്ന് പോയാലും ഒറ്റ ഹാർട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കിഡ്നി ആണെങ്കിൽ 2 കിഡ്നി പോയാലും വേറൊരാളുടെ എടുക്കേണ്ടി എന്ന് പറയുന്ന മാതിരി അതാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പൊ ഇങ്ങനെ ഇതല്ലാതെ ഇതും ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യും? അങ്ങനെയാണെങ്കിൽ വളരെയധികം ഈ ഹെൽത്ത് കെയർ ഇപ്പൊ നമ്മൾ റിസർച്ചും അതിന്റെ ആപ്ലിക്കേഷൻസും ഒക്കെ വികസിച്ചിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു ട്രക്ക്, നമ്മൾ ഈ ട്രക്ക് നോക്കുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. വിൻഷീൽഡില്ല, വീലില്ല, തുരുമ്പെടുത്തു പോയി, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇന്ന് നമ്മൾ ഇതിനെ ഒരു സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ അയാൾ ഇതിന്റെ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ വാങ്ങും, അത് തിരിച്ചെടുത്ത് അതിട്ട് നമുക്ക് ബ്രാൻഡ് ന്യൂ ട്രക്കായിട്ട് നമുക്ക് തരും. ഇങ്ങനെ ഒരു ശരീരഭാഗത്തിനെ നമ്മൾ നന്നാക്കിയെടുത്ത് പൂർവ്വ രീതിയിലേക്ക് അതിനെ ഫങ്ഷണൽ ആക്കി എടുക്കുന്നതിനെയാണ്, ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തിരിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഈ റീജനറേറ്റീവ് മെഡിസിൻ നമുക്ക് തോന്നുന്നത് സയൻസ് ഫിക്ഷൻ ആണ്. അങ്ങനെയല്ല. ചില റിസർച്ച് സ്ഥാപനങ്ങൾ, US-ലെ തന്നെ പല ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ഇതുമാതിരിയുള്ള റിസർച്ച് ചെയ്ത് മനുഷ്യരിൽ തന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സാധനങ്ങളാണ് ഞാനിവിടെ ഇപ്പോൾ വസ്തുക്കളുടെ ഓർഗൻസും ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബ്ലാഡർ, ഇതൊക്കെ ടിഷ്യൂ എഞ്ചിനീയറിംഗ് ചെയ്തെടുത്തതാണ്. അതായത് മനുഷ്യന്റെ ഒരു മൂത്രസഞ്ചി, ബ്ലാഡർ, അത് ടിഷ്യൂ എഞ്ചിനീയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ശരീരത്തിൽ നിന്ന് തന്നെ കോശങ്ങൾ എടുത്ത് പുറത്ത് ഉണ്ടാക്കി തിരിച്ച് ആ മനുഷ്യനിൽ തന്നെ വെച്ച ഒരു ഉദാഹരണമാണത്. അതുപോലെ യുറേത്ര, സ്ഫിൻക്ടർ, ബ്ലഡ് വെസൽ, ഹാർട്ട് വാൽവ്, മസിൽ, ഇതുമാതിരിയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ ഈ ഒരു സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല, ഇത് സാധ്യമാവുന്ന ഒരു ടെക്നോളജി തന്നെ. ഈ ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരാളുടെ ശരീരത്തിൽ നിന്ന് അയാളുടെ കോശങ്ങൾ എടുത്ത് അത് ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയും, നമ്മൾ സ്കാഫോൾഡ് എന്നാണ് പറയുന്നത്. ഒരു ബയോ മെറ്റീരിയൽ ആയിരിക്കും. ശരീരത്തിന് ഉള്ളിൽ ഒരു കുഴപ്പം ഉണ്ടാക്കാത്ത ഒരു മെറ്റീരിയലിലേക്ക് ഈ കോശങ്ങളെ ഇട്ട് അതിനെ ഒരു ബയോ റിയാക്ടറിനകത്ത്, ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ഉപകരണമാണ്. ബയോ റിയാക്ടറിനകത്ത് അതിനെ മെച്ചൂർ ചെയ്യാൻ പറ്റും, അതിനെ വളരാൻ പറ്റും. അങ്ങനെ വളർന്ന കോശങ്ങളെ നമ്മൾ പിന്നെ പറയുന്ന കലകളായി, അത് ടിഷ്യൂ ആയി മാറി. ആ ടിഷ്യൂസിനെ തിരിച്ച് ഒരു അതേ പേഷ്യന്റിലേക്ക് അല്ലെങ്കിൽ ആ മനുഷ്യനിലേക്ക് തിരിച്ചു വെക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ടിഷ്യൂ എഞ്ചിനീയറിംഗ് വളരെ ലഘുവായിട്ട് പറഞ്ഞാൽ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കോശങ്ങളും ആ ഒരു സ്കാഫോൾഡ് എന്നേ നമുക്ക് അതിന് പറയാൻ പറ്റും, ഫ്രെയിം വർക്കാണ്. ആ ഒരു സ്കാഫോൾഡും കൂടെ വെച്ചാൽ നമുക്ക് ഒരു ബയോളജിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു ബദലാണ് നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഡോണർ തരുന്ന അവയവം മാതിരി
അതിനൊരു ബദലാണ് ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ടിഷ്യൂ എഞ്ചിനീയർഡ് കൺസെപ്റ്റ്. അത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് വെക്കുന്ന മാതിരി ഇങ്ങനെ ലാബിൽ അല്ലെങ്കിൽ ഒരു പുറത്ത് ശരീരത്തിന് പുറത്ത് വളർത്തിയെടുത്ത സാധനം വെക്കാനായിട്ട് ഉപയോഗിക്കും. ഇതാണ് ടിഷ്യൂ എഞ്ചിനീയറിംഗ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ടിഷ്യൂ എഞ്ചിനീയറിംഗ് നമുക്ക് ആവശ്യം സെല്ല്, ഒരു സ്കാഫോൾഡ്, അത് സെല്ല് വളരാനുള്ള, അതിന്റെ കോശങ്ങൾ വളരാനുള്ള ഗ്രോത്ത് ഫാക്ടർ, പിന്നെ ഒരു ബയോറിയർ. ഇത്രയും ഉണ്ടെങ്കിൽ ടിഷ്യൂ എഞ്ചിനീയറിംഗ് നമുക്കൊരു കോശങ്ങൾ ഉപയോഗിച്ച് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കല അല്ലെങ്കിൽ ഒരു ഓർഗൻ നിർമ്മിച്ചെടുക്കാൻ പറ്റും. രണ്ട് തരത്തിൽ അത് ചെയ്യാം. ഞാൻ 3D ബയോപ്രിന്റിംഗിലേക്ക് വരുവാണ്. എനിക്ക് തോന്നുന്നു ടിഷ്യൂ എഞ്ചിനീയറിംഗ് പറയാതെ അതിലേക്ക് കയറാൻ പറ്റില്ല. അത് നീണ്ടുപോയെങ്കിൽ എന്നോട് ഒന്ന് പറയണം. കുഴപ്പമില്ല. രണ്ട് തരത്തിൽ ടിഷ്യൂ എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റും. നമ്മൾ ടോപ്പ് ഡൗൺ അല്ലെങ്കിൽ ബോട്ടം അപ്രോച്ച് എന്ന് പറയും. ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഫ്രെയിം വർക്ക്, നമ്മുടെ വേണ്ട ഒരു അവയവത്തിന്റെ ഒരു ഘടന ഉണ്ടാക്കിയെടുത്തിട്ട് ബയോമെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കോശങ്ങളെല്ലാം കൂടെ വളർത്തിയെടുക്കുന്ന രീതി, അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കോശങ്ങൾ എടുക്കുക, എന്നിട്ട് ആ കോശങ്ങൾ വെച്ചിട്ട് ആ അവയവം നിർമ്മിച്ചെടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ, അത് രണ്ട് തരം അവസരത്തിലാണ് ഉപയോഗിക്കുക. പക്ഷെ എന്നാലും ഈ 3D ബയോപ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു മേഖലയിലേക്ക് പോകും, ബോട്ടം അപ്പ് അപ്രോച്ച്. അതെന്ന് പറഞ്ഞാല് ഒരു അഡിറ്റീവ് മാനുഫാക്ചറിങ് ടെക്നോളജി തന്നെയാണ്. അത് പാളികളായിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്തു, ബിൽഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ആവശ്യമായ വസ്തു ഒരു നിക്ഷേപിക്കുന്നത് വഴി ഒരു ത്രിമാന രൂപം നിർമ്മിച്ചെടുക്കും. അപ്പൊ ഈ നിക്ഷേപിക്കുന്ന വസ്തുവില് ആ അവയവത്തിന്റെ കോശങ്ങളും കോശേതര പദാർത്ഥങ്ങളും, എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്, സെൽസും അതിന്റെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്, കോശങ്ങളും കോശേതര പദാർത്ഥങ്ങളും ഒരുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതാണ് ഇവിടെ പാളികളായിട്ട് എങ്ങനെ നിക്ഷേപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അഡിറ്റീവ് മാനുഫാക്ചറിങ് ടെക്നോളജി. ഇതിനകത്ത് ഏതൊക്കെ മേഖലകളിലാണ് ഇത് ഈ ഒരു ടെക്നോളജി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നോക്കിയാൽ, റീജനറേറ്റീവ് മെഡിസിൻ. നമുക്കറിയാം നമ്മുടെ ശരീരത്തില് നമ്മുടെ സ്കിന്ന് കുറെ നമ്മൾ അറിയുന്നില്ല, സ്കിന്നുകളൊക്കെ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്, തന്നെത്താനെ അത് വളരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തം, അതിലുള്ള സെല്ലുകളെല്ലാം മാറി മാറി പോകുന്നുണ്ട്. RBC 121 ദിവസമേ ജീവിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് 120 ദിവസം, അത് കഴിഞ്ഞിട്ട് അത് വേറെ വരും. ഇതൊക്കെ റീജനറേറ്റിംഗ് ടിഷ്യൂസ് ആണ്. നമുക്കറിയാം ലിവർ അല്ലെങ്കിൽ കരള്, അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ച് പുനരുജ്ജീവന കഴിവുകളുള്ള ഒരു അവയവമാണ്. അപ്പൊ അങ്ങനെയുള്ള റീജനറേറ്റീവ് മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ബയോ. പിന്നെ ഡ്രഗ് ഡിസ്കവറി, മരുന്ന് നിർമ്മാണ മേഖല, അത് ഷൈനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. പിന്നെ ഫാർമക്കോകൈനറ്റിക്, ഒരു മരുന്ന് നമ്മൾ കഴിച്ചാൽ ആ മരുന്നിന് ശരീരത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കും, അത് എവിടെയൊക്കെ കയറി പോകും, എങ്ങനെ പോകും, അത് പുറത്തേക്ക് എങ്ങനെയാ പോകുന്നത്, അതുമാതിരിയുള്ള ഗവേഷണങ്ങളാണ് ഫാർമക്കോകൈനറ്റിക് സ്റ്റഡീസിൽ വരിക. പിന്നെ നേരത്തെ സൂചിപ്പിച്ച മാതിരി മെഡിക്കൽ പ്രോഡക്ട്സ്, നമുക്ക് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ. പിന്നെ അത് മാത്രമല്ല, എങ്ങനെയാണ് ഒരു അവയവം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അതിലേക്ക് രക്തക്കുഴലുകളൊക്കെ വരുന്നത്, ഇമാതിരി ഉള്ള ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെന്റൽ റിസർച്ച് ചെയ്യാനും ഈ 3D ബയോപ്രിന്റിങ്ങിന് ഒരുപാട് സാധ്യതകൾ. ടിഷ്യൂ എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് ഡ്രഗ് സ്ക്രീനിങ്ങിനും ഒരു ഡ്രഗ് ഡിസീസ് മോഡലിങ്ങിനും ബേസിക് ബയോളജിയിലുമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന് നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് ബയോ ഇങ്കാണ്. അതായത് 3D ബയോപ്രിന്റിങ്ങില് നമ്മൾ ഉപയോഗിക്കുന്ന മഷിയെ വിളിക്കുന്ന പേരാണ് ബയോ ഇങ്ക്. ബയോ ഇങ്ക് എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ആ മഷിയിൽ ജീവനുള്ള കോശങ്ങളുണ്ട്, അത് വെച്ചിട്ടാ പ്രിന്റ് ചെയ്യും. അപ്പൊ അത് വെറുതെ ഇങ്ങനെ കോശങ്ങൾ എടുത്ത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ആ കോശങ്ങൾ അതിനെ സംരക്ഷിക്കണം. അത് ജീവനുള്ളത് കൊണ്ട് അതിനെ 37 ഡിഗ്രി ശരീരത്തിന്റെ തന്നെ ഊഷ്മാവിൽ അതിനെ
മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, അതിന് പോഷകങ്ങൾ കൊടുത്തിരിക്കണം. അങ്ങനെ എല്ലാം കൂടെ ഒരു അവസ്ഥയിൽ അതിനെ വെച്ചെങ്കിൽ മാത്രമേ അത് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യുന്ന ഒരു ഫോർമുലേഷൻ എന്ന് പറയാം, നമുക്ക് ഒരു കൂട്ട് ആണ് ഈ ബയോ ഇങ്ക്. അതിനകത്ത് കോശങ്ങൾ കാണും, കോശങ്ങൾ വളരാനുള്ള അതിന്റെ പോഷകങ്ങൾ കാണും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഒരു ബയോ മെറ്റീരിയൽ കാണും. 3D ബയോ പ്രിന്റിംഗ് ഉപയോഗിക്കുന്ന ബയോ മെറ്റീരിയൽ പൊതുവെ ഹൈഡ്രോജലുകളാണ്. ഒരു നല്ല ഉദാഹരണം ഹൈഡ്രോജലിന്റെ എന്ന് പറയാനാണെങ്കിൽ ജലാറ്റിൻ. നമുക്കറിയാം, പുഡിങ്ങിലൊക്കെ ഉപയോഗിക്കും ജലാറ്റിൻ. ഐസ്ക്രീമിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ജലാറ്റിൻ. അപ്പൊ ഇതുമാതിരിയുള്ള ഒരു ഹൈഡ്രോജൽ ആയിരിക്കും. വേറെ പലതരം ഹൈഡ്രോജലുകളും ഞാൻ ജലാറ്റിൻ വളരെ കോമൺ ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഇതാണ് ബയോ ഇങ്ക്. 3D പ്രിന്റിംഗ് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇങ്ങനെ 3D ബയോ പ്രിന്റിംഗ് ചെയ്യും. അതില് ആദ്യം കാണുന്ന എക്സ്ട്രൂഷൻ എന്ന് എഴുതിയിരിക്കുന്ന വീഡിയോ സൂചിപ്പിക്കുന്നത് വളരെ ഹൈ വിസ്കസ്, അതായത് കട്ടി കൂടിയ ബയോ ഇങ്ക് പ്രിന്റ് ചെയ്യുന്ന രീതി, അതിനെ എക്സ്ട്രൂഷൻ പ്രിന്റിംഗ് എന്ന്. ചില സെല്ലുകള് വളരെ കനം കുറഞ്ഞ മീഡിയത്തിലായി അതിനൊരു അപ്പൊ അങ്ങനെ വരുന്ന ഇതിനെ പ്രിന്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് നമ്മൾ മൈക്രോ വാൽവ് പ്രിന്റിംഗ് ഉപയോഗിക്കുക. ഇങ്ക്ജെറ്റ് പ്രിന്റർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഏകദേശം അതുപോലെ തന്നെയാണ്. അതായത് ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ജെറ്റ് ചെയ്തുകൊണ്ട് ഇതിനെയാണ് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് നമ്മൾ ബയോ പ്രിന്റിംഗ് ചെയ്യുക. ഇതാണ് 3D ബയോ പ്രിന്റിംഗ്. ഈ 3D ബയോ പ്രിന്റിംഗ് വഴി അവയവങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണക്കാരെ സംശയം എന്താ വെച്ചാൽ, നമ്മള് പ്രിന്ററിൽ പോയി നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കിഡ്നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി ഇങ്ങ് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കരള് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങ് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ. ഇത് യാഥാർത്ഥ്യവും ഈ നമ്മളെ ചിന്തിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് യഥാർത്ഥത്തിൽ ഒരു അവയവം പ്രിന്റ് ചെയ്യുന്നതിന്റെ എത്ര സമയം എടുക്കും? അതിന്റെ ടെക്നിക്ക് എന്താണ്? ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ? 3D ബയോ പ്രിന്റിങ്ങിന് ഞാൻ പറഞ്ഞ മാതിരി മൂന്ന് വസ്തുക്കളിൽ രണ്ട് വസ്തുക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കോശങ്ങളും അതിന് ഉപയോഗിക്കുന്ന ബയോ ഇങ്ക്, കോശേതര പദാർത്ഥം. ഇപ്പൊ ഒരു ഉദാഹരണം എടുത്ത് പറയാം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് കരളാണ് പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം അത് പ്രിന്റ് ചെയ്യുന്ന ആള് ശ്രദ്ധിക്കേണ്ടത് ഈ കരളിന്റെ കോശങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ബയോ ഇങ്ക് ആണോ നമുക്ക് കയ്യിലുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കും. മാത്രമല്ല ആ കരളിന്റെ ഘടന, മനുഷ്യ ശരീരത്തിലെ കരളിന്റെ ഘടന, അതിനനുസരിച്ചുള്ള കോശങ്ങളുടെ എണ്ണം അവിടെ ഇട്ടു. അത് മില്യൺസ് ആൻഡ് ട്രില്യൺസ് വെച്ച് മില്യൺസ് ഓഫ് സെൽസ് ആണ് നമുക്കൊരു കുഞ്ഞ് കരളിന്റെ ഒരു പീസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോ ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് ബയോ ഇങ്കാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ എടുക്കുക, എന്താണ് പ്രിന്റ് ചെയ്യാനൊരു ഘടന, പിന്നെ കോശങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണോ, അത് നമുക്ക് കിട്ടുന്ന തരത്തിലാണോ, അങ്ങനെയാണെങ്കിൽ ഈ ബയോ ഇങ്കും ഈ കോശങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അത് കമ്പ്യൂട്ടർ ഡിസൈനാണ്. ആ കമ്പ്യൂട്ടർ ഈ പ്രിന്ററിനോട് നിർദ്ദേശിക്കുന്ന മാതിരി അത് പ്രിന്റ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതാണ് പ്രക്രിയ. ഒരു ബയോ ഇങ്കും സെല്ലുകളും കൂടെ എടുത്ത് ഒരു 3D പ്രിന്ററിൽ കൊടുത്ത് പ്രിന്റ് ചെയ്ത്. ഇത് നമുക്കിപ്പോ കരൾ എന്ന് പ്രിന്റ് ചെയ്ത പറയൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇതൊരു ടെക്നോളജിയാണ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് ആണ്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പൊ ഇത്ര കരളിന്റെ ചെറിയ ചെറിയ പീസുകൾ വേണം എന്ന് പറഞ്ഞാൽ അത് പ്രിന്റ് ചെയ്തു. ഉദാഹരണത്തിന് ഡ്രഗ് സ്ക്രീനിങ്ങിന് ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ കരളിന്റെ മരുന്നുകൾ കരളിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ കരളിന്റെ പീസുകൾ, ചെറിയ ഘടനകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലോ. എന്നിട്ട് അതിലാണ് ഈ ഡ്രഗ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, മരുന്ന്. അങ്ങനെ വരുമ്പോ
അത് ഒന്നും രണ്ടും ചെറിയ ചെറിയ ഘടനകൾ പോരാ. ചിലപ്പോൾ 100 വരും, ചിലപ്പോൾ 150, 200 കൺസ്ട്രക്ട് ഒരേ സൈസിലുള്ള 200 ലിവറിന്റെ കൺസ്ട്രക്ടിന്റെ. ഇത് വളരെ കുഞ്ഞു കൺസ്ട്രക്ട് ആണോ, വലിയ കഥകളൊന്നുമല്ല. വളരെ നഖത്തിന്റെ സൈസിലുള്ള, നമ്മുടെ തള്ളവിരലിന്റെ നഖത്തിന്റെ സൈസിലുള്ള കൺസ്ട്രക്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതൊരു 150 എണ്ണം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ്. ഇതിന്റെ സാധനങ്ങളും വെച്ചു കൊടുക്കുക, സെല്ലും ബയോ കൊടുക്കുക, പ്രിന്ററിൽ അത് കണക്ട് ചെയ്യുക, ഘടിപ്പിക്കുക. അതിനുശേഷം അത് പ്രിന്റ് ചെയ്യേണ്ട സാധനവും വെച്ചു കൊടുക്കുക. സബ്സ്ട്രേറ്റ് എന്ന് നമ്മൾ പറയും, പ്ലേറ്റ് ആയിരിക്കും, പെട്രി ഡിഷ് ആയിരിക്കും, അത് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തിട്ട് പറയുക 24 എണ്ണം പ്രിന്റ് ചെയ്യുക, 50 എണ്ണം പ്രിന്റ് ചെയ്യുക, 60 എണ്ണം പ്രിന്റ് ചെയ്യുക. അത് പ്രിന്ററാണ്, അത് പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുവരെ പറ്റും. പക്ഷെ ഒന്നും പറയാതെ നമ്മൾ പെട്ടെന്നൊരു കിഡ്നി പ്രിന്റ് ചെയ്യും അല്ലെങ്കിൽ ഹാർട്ട് പ്രിന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സാധനങ്ങൾ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഇത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടി എത്ര സമയമാണ് ഇത് എടുക്കുന്നത്? ഒരു ഇത് പ്രിന്റ് ചെയ്ത് നമ്മളൊരു ടൈം ലൈൻ വെച്ച് ഞാൻ നോക്കി. എന്റെ ഇവിടെ അടുത്തൊരു സാധനമുണ്ട്, ഇത് നമ്മൾക്ക് അറിയാം. ഇതൊരു ക്യൂബ്, നമ്മുടെ റൂബിക് ക്യൂബ്. റൂബിക് ക്യൂബ്. ഇതിന്റെ ഒരു കട്ട എടുത്താല് 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ഉദ്ദേശം കണക്കാക്കാം. ഇത്രയും പ്രിന്റ് ചെയ്യാന് ഒരു 1.5-2 മിനിറ്റ് എടുക്കും. എത്രത്തോളം കോസ്റ്റ്ലി ആണ് ഈ പ്രിന്റർ, ഈ ഒരു പ്രിന്റർ എന്ന് പറഞ്ഞ സാധനം? ഇത് പ്രിന്റർ പല വിലക്കുണ്ട്, അതിന്റെ സാങ്കേതികത അനുസരിച്ചും അതിന്റെ സോഫിസ്റ്റിക്കേഷൻ അനുസരിച്ചും. അത് ചിലപ്പോൾ കോടികളും 1-2 കോടി വരെ. കാരണം എത്ര നമ്മുടെ ഒരു അവയവം എന്ന് പറയുമ്പോൾ ഒരേ തരം സെല്ലുകളല്ല, കോശങ്ങളല്ല. ഇപ്പൊ നമ്മളിപ്പോ എടുത്ത ഉദാഹരണം ലിവറാണ് എടുക്കുന്നതെങ്കിൽ അതില് 6 തരം സെല്ലുകളും. ഹെപ്പറ്റോസൈറ്റ്, ലിവറിന്റെ ആ ലിവർ എന്ന് പറയുന്ന അവയവത്തിന്റെ ജോലി ചെയ്യുന്ന സെല്ല് ഹെപ്പറ്റോസൈറ്റ്. പിന്നെ അതില് നമുക്ക് ഇത് വരുന്നുണ്ട്, ബൈല്. ആ ബൈലിനെ സെക്രീറ്റ് ചെയ്യാൻ വേറെ സെല്ലുണ്ട്, അതിനെ കൊണ്ടുവരാനായിട്ട്. കാരണം ബൈല് രക്തത്തിൽ കലർന്നു പോയാൽ നമുക്ക് മഞ്ഞപ്പിത്തം വരും. അതിനെ ശേഖരിച്ച് വെക്കാനും അതിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാനും വേറെ കുറച്ചുകളാണ് ബൈൽ ഡക്ട് എപ്പിത്തീലിയൽ സെൽസ്. പിന്നെ അപ്പൊ ഇതുമാതിരിയുള്ള പലതരം കോശങ്ങൾ ചേർന്നാണ് ഒരു അവയവം. അപ്പൊ നമ്മളൊരു പ്രിന്ററിൽ പലതരം കോശങ്ങൾ ചെയ്യാനുള്ള ബയോ ഇങ്കുകൾ നിറച്ചു വെച്ചാല് അത് നമ്മൾ പറയുന്ന മാതിരി അതിനെ മിക്സ് ചെയ്ത് പ്രിന്റ് ചെയ്തെടുക്കും. പിന്നെ പുതിയതായി ഒരു സംശയം എന്താണെന്ന് വെച്ചാല്, ഈ ഇപ്പോ വളരെ പ്രചാരമുള്ളതാണ് 3D പ്രിന്റഡ് മീറ്റ്. അത് ഞാൻ ഇന്നൊരു യൂട്യൂബ് വീഡിയോ കണ്ടത്, ബെഞ്ചമിൻ നെതന്യാഹു അവിടെ അവരുടെ ഒരു കമ്പനിയിൽ പോയി ഈ മീറ്റ് ടേസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അത് എത്രത്തോളം അതൊക്കെ അങ്ങനെ ഒരു കമ്പനി ഇവിടെ, അങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ തുടങ്ങുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? അതുപോലെ ഇതിന്റെ സാധ്യതകൾ ഇന്ത്യയിൽ എത്രത്തോളമാണ്? അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാമോ? അതിന്റെ ചാലഞ്ചും ഉണ്ട്. ഇത് കുറച്ച് നാളുകളായിട്ട് ഇതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പല കമ്പനികളും ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെയല്ല, വിദേശത്താണ്. ഇത് കേൾക്കുന്നുണ്ട്, വാർത്തകളും വരാറുണ്ട്. ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് പബ്ലിഷ്ഡോ അല്ലെങ്കിൽ ഒരു സിൻഡിക്കേറ്റഡ് ഡേറ്റ ഇല്ലാത്ത ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കേട്ടറിവ് വെച്ച് പറയാം. ഇത് ഒരു മീറ്റ് അല്ലെങ്കിൽ ഒരു മാംസം പ്രിന്റ് ചെയ്ത് കഴിക്കാനുള്ളതാണ്. പ്രിന്റ് ചെയ്തെടുക്കാനാണെങ്കിൽ 2 തരത്തിൽ അത് ചെയ്യാം. ഒന്ന്, മാംസത്തിൽ എന്തെന്ന് വെച്ചാൽ അതിന്റെ കൊളാജനാണ്. അതൊരു മോളിക്യൂളാണ്. അപ്പൊ അത് മാത്രം വെച്ചിട്ട് പ്രിന്റ് ചെയ്തിട്ട് ആ മീറ്റിന്റെ സ്ട്രക്ചർ പോലെയൊക്കെ അതിന് കളറും ഒക്കെ കൊടുത്തു. ഫുഡ് കളറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കളറൊക്കെ കൊടുത്ത് കണ്ടാ മീറ്റ് പോലെ തന്നെ ഇരിക്കുന്ന തരത്തിൽ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് 3D പ്രിന്റിങ് മതി. അത് ഇനി ജീവനുള്ള ഇറച്ചി കഷ്ണം തന്നെ പ്രിന്റ് ചെയ്തെടുത്തിട്ട് അതിനെ തിരിച്ച് നമുക്ക് അതുപോലെ യൂസ് ചെയ്യാം, ആഹാരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചിന്തകളും ഉണ്ട്. ജനറലി ഇപ്പൊ പുറമെയൊക്കെ നമ്മൾ കേട്ടുവരുന്നത് ജീവനുള്ളതല്ല, വെറും കൊളാജൻ വെച്ചിട്ട് പ്രിന്റ് ചെയ്തിട്ട് മീറ്റിന്റെ സ്ട്രക്ചർ അതുപോലെ ഇരിക്കും, എന്നിട്ട് ടേസ്റ്റും അതുപോലെ വരുത്താറുണ്ട്. ഇത് കേട്ടറിവ് മാത്രമാണ്. ഇതിൽ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഒരു ബർഗറിന് $100 ഇപ്പോഴത്തെ വില. കാരണം അതൊരു അഫോർഡബിൾ ടെക്നോളജി ആയിട്ട് വന്നിട്ടില്ല. എല്ലാവർക്കും
റീച്ച് ചെയ്ത് വന്നിട്ടില്ല. ഇതൊക്കെ ഗവേഷണ മേഖലയിൽ ഇരിക്കുന്ന സാധനങ്ങൾ. സാധ്യമാവും, മേ ബി, തീർച്ചയായിട്ടും. പല കമ്പനികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പല വികസിത രാജ്യങ്ങൾ. ഇനി ഇത് അവയവത്തിന് ഞാൻ പറഞ്ഞോട്ടെ, ഈ അവയവങ്ങൾ നിർമ്മിക്കുന്നതിന് മാത്രമല്ല, ഇത് നമ്മൾ ഒരു അവയവം നിർമ്മിച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വെക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാവണം. അതിന് വേണ്ടി അത് എവിടെ പ്രിന്റ് ചെയ്യും, ഏത് പ്രിന്റർ വെച്ച് പ്രിന്റ് ചെയ്യും, എവിടുന്ന് സെല്ലെടുക്കും, കോശങ്ങളൊക്കെ നമുക്ക് റെഡിലി അവൈലബിൾ അല്ല, ആ സമയം എടുക്കും. ഇങ്ങനെയുള്ള കുറെ ലിമിറ്റേഷൻസ് ഇതിനുണ്ട്. ഇതൊക്കെ ഗവേഷകർ ചെയ്യുന്നത് ഇതിനൊക്കെ ഓരോ ഘട്ടത്തിലും സെൽ എവിടെ നിന്ന് എടുക്കും എന്നുള്ളതിന് ഒരു ആരെങ്കിലും അത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അതിനൊരു പോളിസി ഉണ്ടാവും, നിയമങ്ങളുണ്ടാവും, എത്തിക്കൽ കമ്മിറ്റികളുണ്ടാവും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ദോഷം വരാൻ പാടില്ല, അത് വേറൊരാൾ മോണിറ്റർ ചെയ്യും. ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ, ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ 3D ബയോ പ്രിന്റിങ് നമുക്ക് വളരെ കോമൺ ആയിട്ട് യൂസിൽ വരുള്ളൂ. അതിന് ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുക്കുമായിരിക്കാം, 10-15 വർഷം ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, മേ ബി മോർ. പക്ഷെ പെട്ടെന്ന് തന്നെ 3D ബയോ പ്രിന്റിങ് ഒരു ഉപയോഗത്തിൽ വരുന്നത് അതിന്റെ ഡ്രഗ് സ്ക്രീനിങ്ങിലാണ്. അതായത് മരുന്ന് ഗവേഷണത്തിലാണ് അത് വരിക. ഒരു മരുന്ന് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത്, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്തോട്ടെ. ഏകദേശം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി 10-15 വർഷം എടുക്കും ഒരു മരുന്നിനെ അത് ഉണ്ടാക്കിയെടുത്ത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് തരാനായിട്ട്. അപ്പൊ അത് ഒരുപാട് കോമ്പിനേഷൻസ് അവർ ട്രൈ ചെയ്യാതെ അതിനെ ഡിസൈൻ ചെയ്യാം, ഡ്രഗ് ഡിസൈനിങ്, മോളിക്യൂളിനെ ഡിസൈൻ ചെയ്യും. അത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇൻ സിലിക്കോ കമ്പ്യൂട്ടറിൽ വെച്ച് ആദ്യം അതിന്റെ സാധ്യതകളൊക്കെ നോക്കാം, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ കോശങ്ങളിൽ പോയി അത് ഇന്ററാക്ട് ചെയ്ത കോശങ്ങൾക്കുള്ളിലേക്ക് കയറുക. ഇങ്ങനെയുള്ള സ്റ്റഡികളൊക്കെ ചെയ്യുന്നത് ഇൻ സിലിക്കോ സ്റ്റഡീസ് എന്ന് പറയും, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചെയ്യുന്ന സ്റ്റഡി. അത് കഴിഞ്ഞാല് അതിൽ നിന്ന് കുറച്ച് നമ്പർ, അതായത് മറ്റേതൊരു 5000 ഉണ്ടെങ്കിൽ 250 ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത്രയും സാധനങ്ങളെ ടിഷ്യൂ കൾച്ചർ ലാബില് സെൽ കൾച്ചർ വഴി ടെസ്റ്റ് ചെയ്യും. അതിന്റെ സൈറ്റോടോക്സിസിറ്റി ടെസ്റ്റ് എന്ന് പറയും. ഈ ഉണ്ടാക്കിയെടുത്ത മരുന്ന് കോശങ്ങളെ എങ്ങനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കും എന്നുള്ള സ്റ്റഡി ലാബിൽ ചെയ്തു പോകും. അങ്ങനെ വരുന്നതിൽ നിന്ന് ഒരു 5-6 എണ്ണം പിന്നെ മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ അത് റാറ്റും മൈസുമാണ്, റോഡൻസ് ആണ്, അതിലാ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നാണ് പിന്നെ നമ്മൾ പ്രീ ക്ലിനിക്കൽ എന്ന് ക്ലിനിക്കൽ എന്ന് പറയും. ക്ലിനിക്കൽ സ്റ്റഡി മനുഷ്യരിൽ തന്നെ അത് ടെസ്റ്റ്. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഡ്രഗ് ആയിരിക്കും മാർക്കറ്റിലേക്ക് വരിക. പക്ഷെ ഇതൊക്കെ പാസ്സായി, അതായത് ടെസ്റ്റ് ചെയ്ത് ഓരോ ഘട്ടത്തിലും അത് വിജയിച്ച് വേറൊരു ഏജൻസി അത് ഉറപ്പിച്ചതിന് ശേഷമാണ് ഓരോ ഘട്ടത്തിലും അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. അങ്ങനെയാണ് 15 വർഷം 20 വർഷം എടുക്കുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ ലോഞ്ച് ചെയ്ത്, അതായത് മാർക്കറ്റിലേക്ക് നമുക്ക് അവൈലബിൾ ആകുന്ന ഡ്രഗ് ചിലപ്പോൾ ഭയങ്കരമായി കോംപ്ലിക്കേഷൻസ് കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നതിന് പോസ്റ്റ് മാർക്കറ്റ് വിഡ്രോവൽ എന്ന് പറയും. അത് വരാനുള്ള കാരണം മനുഷ്യന്റെ ശരീരവും ഈ ടെസ്റ്റ് ചെയ്ത മൃഗങ്ങളുടെ ഈ ഫിസിയോളജിക്കൽ ഡിഫറൻസ്, അതിന്റെ പ്രവർത്തനത്തിലുള്ള വ്യത്യാസം. കാരണം 2 തരം സ്പീഷീസ് ആണ്, അതിൽ വ്യത്യാസം വരും ഒരു ഡ്രഗിനോട് പ്രതിരോധിക്കുന്ന രീതി. അപ്പോ ഈ മരുന്ന് കമ്പനി ഇത്രയും $1 ബില്യൺ ഇതിനെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രഗ് കൊണ്ടുവരിക. പക്ഷെ അത് അവസാനം മാർക്കറ്റിൽ എത്തുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ വരും. ഇത്രയും നഷ്ടമായി പോയി, ഇത്രയും വർഷങ്ങളോ അത്രയും കാശും, അതിന്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ വരുമോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 3D പ്രിന്റഡ് മനുഷ്യന്റെ കോശങ്ങൾ വെച്ചിട്ട് ഒരു അവയവം, അതായത് ഒരു ഓർഗൻ
നമ്മൾ പ്രിന്റ് ചെയ്തെടുത്താൽ ഈ മരുന്നുകൾ ലാബിൽ തന്നെ ടെസ്റ്റ് ചെയ്യാമോ, മൃഗങ്ങളില്ലാതെ. അങ്ങനെ ഒരു മേഖലയുണ്ട്. അതിന് ഓൾട്ടർനേറ്റീവ് ടെസ്റ്റ് സിസ്റ്റംസ് എന്നാ പറയും. മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം മനുഷ്യകോശങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ലാബിൽ നിർമ്മിതമായ കോശങ്ങളിൽ ടെസ്റ്റ് ചെയ്യും. അപ്പോ ഈ മനുഷ്യൻ മൃഗം എന്നുള്ള വ്യത്യാസമില്ലാതെ ഡ്രഗിന്റെ ഇഫക്റ്റ് നമുക്ക് നേരിട്ട് ക്ലിനിക്കൽ ഔട്ട്കം ആയിട്ട് കിട്ടും. ഇത് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യും. ഇതിന്റെ അർത്ഥം മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്യൂല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ ഇത്രയും എണ്ണം ചെയ്യേണ്ടി വരില്ല. 3000, 4000 ചിലപ്പോ അനിമൽസിനെ ഉപയോഗിക്കുന്നത് വരും. അതൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. വളരെ ചെറിയ നമ്പർ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ കിട്ടുന്ന ഡേറ്റ നമുക്ക് ക്ലിനിക്കലി വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിന് എന്തിനാണ് ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ടെസ്റ്റ് സിസ്റ്റത്തിലേക്ക് പോകുന്നത്? ഇത് വളരെ എക്സ്പെൻസീവ് ആണ്, നമുക്കറിയാം. വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്കറിയാം എത്രയോ കേജുകളിൽ ഇങ്ങനെ എത്ര പേര് വർക്ക് ചെയ്താലാണ് ഒരു അനിമൽ ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അതിനുശേഷം നമുക്കറിയാം ഇത് രണ്ടിന്റെയും പ്രവർത്തനം ഒന്നല്ല. എലികളും മനുഷ്യനുമാണ്. അപ്പൊ ഒരു ഡ്രഗ് രണ്ട് സ്പീഷീസിനും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ ഭയങ്കര എത്തിക്കൽ ചലഞ്ചാണ്. അനിമലിനെ എന്തിനാ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു എത്തിക്കൽ പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഒരു സ്പീഷീസ് ചെയ്താൽ ഫൈനലി ഇതിന് പോകുന്നതിന് മുമ്പ് വേറൊരു സ്പീഷീസിനും കൂടെ ചെയ്യാൻ പറയും, ക്രോസ് ചെക്ക് ചെയ്യാം. മിക്കവാറും ഡ്രഗ് ഏജൻസി അത് ചോദിക്കും, അല്ല റെഗുലേറ്ററി ഏജൻസി അത് ചോദിക്കും. അത് ചോദിക്കുന്ന സമയത്ത് വേറെ ഹയർ ലെവൽ ഓഫ് അനിമൽസിൽ ചെയ്യേണ്ടി വരും. മിക്കവാറും അത് കുരങ്ങിലോ പട്ടിയിലോ പന്നിയിലോ ആയിരിക്കും ചെയ്യുക. അതും കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ചിലപ്പോൾ അവിടെ ഫെയിലായി പോവാണ്. പിന്നൊന്ന് ഒരു 1/3 എന്ന് ഇവിടെ എഴുതിയെങ്കിലും ഒരു 90% ഡ്രഗ് കോംപ്ലിക്കേഷൻസ് കാണിക്കും ഈ ടെസ്റ്റുകളിൽ കൂടെ ഒക്കെ വരും. അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റീവ് ടെസ്റ്റ് സിസ്റ്റം മനുഷ്യന്റെ കോശങ്ങൾ വെച്ച് തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ മരുന്നിനെ ടെസ്റ്റ് ചെയ്യുക. അപ്പം ഒരു ലെവൽ ഓഫ് സ്ക്രീനിങ് അവിടെ കഴിയും. പിന്നെ മനുഷ്യനിൽ റിയാക്ട് ചെയ്യാത്ത മരുന്നുകൾ മാത്രമേ അനിമൽസിലും ക്ലിനിക്കിലും പോവുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഇത് വളരെ നമുക്ക് സമീപ ഭാവിയിൽ തന്നെ വരാവുന്ന ഒരു ടെക്നോളജിയാണ്. ഇപ്പം ഡ്രഗ് സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ മൃഗങ്ങളിലൂടെ ഒക്കെ പാസ് ചെയ്ത് അതിന്റെ ഹയർ ലെവൽ സ്പീഷീസിലും കൂടി പാസ് ചെയ്ത് എന്നാൽ മാത്രമേ റെഗുലേറ്ററി ഇതിന്റെ പെർമിഷൻ കിട്ടുള്ളൂ, എന്നാൽ മാത്രമേ ഇത് സ്ക്രീനിങ് വിജയിച്ചതായി കണക്കാക്കുള്ളൂ. അതിന് പകരം പ്രിന്റിംഗ് വഴി ലോട്ട്സ് ഉണ്ടാക്കി മേ ബി 2-3 ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ 3 അനിമലിനെ ഉപദ്രവിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ആ ഒരു ഡിഫിക്കൽട്ടിയും മൃഗങ്ങളെ ഉപദ്രവിക്കുക അല്ലെ കശാപ്പ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള എത്തിക്കൽ പ്രശ്നം എല്ലാം ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് വളരെ ഫാസ്റ്റ് ആക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുമോ ഇത് ഈ സ്ക്രീനിങ് പ്രോസസ്സിന്? രണ്ടെണ്ണമുണ്ട്. ഫാസ്റ്റ് ആവുക മാത്രമല്ല ക്ലിനിക്കലി റെലവെന്റ് ഡേറ്റ എന്നാണ് നമ്മൾ പറയുക. അത് മനുഷ്യരിൽ എങ്ങനെയാണെന്നുള്ള ഡേറ്റയാ കിട്ടുക. നമ്മളിപ്പോ ഇങ്ങനെ പറയാറുണ്ട്, ഇത് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ഒരു ടോക്കിൽ പറഞ്ഞതാണ്. നമുക്കിപ്പം ക്യാൻസർ മൃഗങ്ങളിൽ ക്യൂർ ചെയ്യാൻ പറ്റും, മനുഷ്യരിൽ പറ്റില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നൊക്കെ മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് വിജയിച്ചതാണ്. പിന്നെ എന്തുകൊണ്ട് മനുഷ്യരിലാവുന്നില്ല? ഇതാണ് അവസ്ഥ. അപ്പൊ മനുഷ്യന്റെ കോശങ്ങൾ വെച്ച് ആദ്യമേ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടെ ക്ലിനിക്കൽ ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ. ഈ രീതിയിലുള്ള ടെസ്റ്റിംഗ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയിലോ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ഈ രീതിയിലാണോ ഇപ്പോ? 3D ബയോ പ്രിന്റിംഗിലെ 2 ആസ്പെക്റ്റിലും, ഡ്രഗിനുള്ള ടെസ്റ്റ് സിസ്റ്റമായിട്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള അവയവങ്ങളായിട്ടും 2 മേഖലകളിലും ലോകം മുഴുവൻ ഒരു ഹൈടെക് ടെക്നോളജി ആയിട്ട് റിസർച്ച് വരുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഫണ്ടുകളും അനുവദിക്കുന്നുണ്ട്. ഡ്രഗ് സ്ക്രീനിങ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ ആ മേഖലയിൽ റിസർച്ച് നടക്കുന്നുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും, നമ്മൾ ശ്രീചിത്ര ഉൾപ്പെടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അത് ചെയ്തു. ഇതാണ് 3D ബയോ പ്രിന്റിങ്ങിനെ കുറിച്ച് ഉള്ള ബേസിക് എല്ലാം
വളരെ ബേസിക് ലെവലിൽ പറയാൻ പറ്റിയെന്ന് തോന്നുന്നു. കാരണം ചില വാക്കുകൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷേ ഉള്ളൂ. അതെ അതെ. കൺക്ലൂഡിംഗ് റിമാർക്കായി ഷൈനിക്ക് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തോ ചോദിച്ചിരുന്നു അതിന്റെ ഇടയിൽ. നമുക്കിപ്പോ നിലവിൽ അത് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളുടെ രാജ്യത്തെ പോളിസി ഇല്ല. പക്ഷെ നമുക്ക് അല്ല, രതീഷ് ചോദിച്ചതായിരുന്നു, നമുക്ക് ഇപ്പൊ ഹാർട്ട് വേണം അല്ലെങ്കിൽ കിഡ്നി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്ത് തരുമോ? അത് പ്രൊവൈഡഡ് നമ്മൾ ആ സാധനങ്ങൾ ആ പ്രിന്ററിൽ നേരത്തെ എടുത്തു വെക്കണം. അല്ല, പിന്നെ അതൊരു ഉണ്ടല്ലോ സൈസ് ലിമിറ്റേഷൻ ഇല്ല, അതൊന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രിന്ററുകളിൽ ഒരു നമ്മൾ ബിൽഡ് വോളിയം എന്നാ പറയുന്നത്. എത്ര വലിപ്പമുള്ള ഒരു സാധനം ഒരു പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. ബിൽഡ് വോളിയം ഒരു ലിമിറ്റാണ്. കാരണം പ്രിന്റിംഗ് ടെക്നോളജി ഈസ് ലിമിറ്റഡ് ബൈ ദി ബിൽഡ് വോളിയം. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളിപ്പോ ഒരു കൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ സ്ട്രക്ചറാണ്. അപ്പൊ അത് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് ആ പ്രിന്ററിന് അത്രയും വലിപ്പത്തിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവൈലബിലിറ്റി ഓഫ് പ്രിന്റർ അതൊരു വിഷയം തന്നെയാണ്. പിന്നെ ആ പ്രിന്ററിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുത്താൽ ശരീരത്തിന് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബയോയിങ് നല്ലതായിരിക്കും. പ്രിന്ററിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഉണ്ടായി വരുന്ന സാധനം മോശമായി. ഇപ്പോ നമ്മള് എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മള് ലെയ്ത്തിൽ ചെയ്യുന്ന സമയത്ത് മെറ്റൽ ടു മെറ്റൽ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓയിൽ വെക്കും തണുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വാട്ടർ വെക്കും. അപ്പൊ ഈ ഓയിൽ ചിലപ്പം ടോക്സിക് ആവാൻ സാധ്യത. അപ്പം പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ക്ലീനിങ് പ്രൊസീജിയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു എഞ്ചിനീയർ ചെയ്ത ഒരു മെറ്റൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 3D ബയോ പ്രിന്റിംഗ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെക്കണം, ഒരു ക്ലീനിങ് പ്രൊസീജിയറോ ഒന്നുമില്ല. അപ്പൊ പ്രിന്റർ അത്രയും നല്ല പ്രിന്റർ ആയിരിക്കും. അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ മീറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതിൽ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ക് എന്ന് പറഞ്ഞാൽ അത്രയും കോസ്റ്റ്ലി ആണ്. അത് ആ ന്യൂട്രിയൻസ് എല്ലാം ഉള്ള ഇങ്ക് ഒരു മൃഗത്തിനെ പ്രസന്റ് സാഹചര്യത്തിൽ മൃഗത്തിനെ വളർത്തിയുണ്ടാക്കുന്നതിനേക്കാളും കോസ്റ്റ്ലിയാണ്. ഭാവിയിൽ അത് കുറയാൻ സാധ്യതയുണ്ടാവോ? ഈ വിലയെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാല് ഇത് സാധാരണ ഒരു സ്ഥലത്ത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ആ പ്രിന്റ് ചെയ്യുന്ന സ്ഥലം, അവിടെ കുറച്ച് ക്വാളിറ്റി വേണം, അവിടെ കുറച്ച് സിസ്റ്റം വേണം, ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റം. നമ്മള് ഗുഡ് മാനുഫാക്ചറിങ് GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രോട്ടോകോൾ, അതിന് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് വഴി ടെസ്റ്റ് ചെയ്തെടുത്ത ഒരു ടെക്നോളജി ആയിട്ട് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് വഴിയാണ് നമ്മളത്. അത് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ, അതിന് കുറച്ച് അടിസ്ഥാന ഫെസിലിറ്റികളൊക്കെ വേണം. അവിടെ ചെയ്ത് എടുത്ത സാധനം മാത്രമേ നമുക്ക് ഒരു ശരീരം വയ്ക്കാൻ പറ്റൂ. അപ്പൊ കോസ്റ്റ് ഇപ്പൊ ഇടാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അത് കോമൺ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടായാൽ, ഒരു ഇന്ത്യയിൽ മൊത്തത്തിലും, ഞാൻ എക്സാമ്പിൾ പറയും, നമ്മുടെ നാടെടുക്കുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്തുണ്ടായാൽ അവിടുന്ന് പ്രിന്റ് ചെയ്ത് വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതിന് വല്ല ബയോളജിക്കൽ ഡേഞ്ചറും ഉണ്ടോ? ഇത് നമ്മള് ഇപ്പം പ്രിന്റ് ചെയ്യുന്ന സമയത്ത് തെറ്റായ ഒരു അണു പുറത്തേക്ക് പോവുകയും മൊത്തം വ്യാപിച്ച് ആകെ കൂടി കോവിഡ് പോലെ പരന്ന് ആകെ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല? അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിനകത്ത് ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സാധനം, അതായത് ക്യാൻസർ മാതിരിയുള്ള സെൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അത് വളരില്ല. രതീഷ്, നമുക്കിനി ഓഡിയൻസിന്റെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. നമുക്ക് ഇത്രയും നൂതനമായ ഒരു ടെക്നോളജിയിൽ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുന്ന രണ്ടുപേര് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരവും വളരെ ഏറെ കൗതുകകരമാണ്. ഈ ഒരു ടോക്കിലേക്ക് നമുക്ക് വേണ്ടി വന്ന് ഇത്രയും സമയം ചെലവാക്കിയ ഡോക്ടർ അനിൽകുമാറിനും ഡോക്ടർ ഷൈനി വേലായുധനും ഏറെ നന്ദി. സയൻസ് പീപ്പിളിന് വേണ്ടി നന്ദി പറയുന്നു. കൂടാതെ ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്.
ഈ ടോക്കിൽ പങ്കെടുത്ത ഈ ടോക്ക് വളരെ വളരെ ആകൃഷ്ടരായി ഇതിൽ എത്തിച്ചേർന്ന അവർക്ക് ഇത് അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ചോദ്യങ്ങളുള്ളവർ കൈ ഉയർത്തി ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചാറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. ഗ്രേറ്റ് പ്രസന്റേഷൻ, താങ്ക് യു ബോത്ത് ഓഫ് യു. എൻ്റെ ചോദ്യം 3D ബയോ പ്രിന്റിങ്ങിന് മുമ്പ് 3D പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. അതായത് 2D പ്രിന്റിങ് തന്നെ വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അതുള്ളത് കൊണ്ട് നമുക്കത് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ല വസ്തുക്കളുടെ ഇമേജ് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ ടെക്നോളജിയാണ്. പക്ഷെ അത് പഴയ ടെക്നോളജിയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്തിട്ട് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് ആ ഇമേജിനെ മാറ്റുക. അതാണ് 2D പ്രിന്റിങ്ങിൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ 3D പ്രിന്റിങ്ങിൽ 3D ഇമേജ് മാത്രമല്ല. ഈ 3D ഇമേജ് എന്ന് പറയുമ്പം പുറമേ ഉള്ള ആ രൂപം മാത്രം കിട്ടിയാൽ മതി. ഇത് 2D ഇമേജ് ഒരു രൂപമാണല്ലോ, ഒരു ഇമേജ് മാത്രമാണല്ലോ. അപ്പോൾ 3D ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ പുറമേ നമ്മൾ കാണുന്ന ഭാഗം മാത്രം കിട്ടിയാൽ മതി. പക്ഷേ ഇവിടെ 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കുന്നത്, ഒരു വസ്തുവിൻ്റെ റെപ്ലിക്ക, അതായത് അതിൻ്റെ തനിപ്പകർപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ 2D പ്രിന്റിങ്ങിലും ഫോട്ടോഗ്രാഫിയിലൊക്കെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ശരിയാണെങ്കിൽ. പക്ഷെ ഇവിടെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതെന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണോ അത് ചെയ്യുന്നതെന്ന്, അതിൻ്റെ തനിപ്പകർപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ജനറലായിട്ട് 3D പ്രിന്റിങ്ങിൽ? അത് സാർ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ നമ്മൾ ആ ഒരു ഡിസൈൻ ആദ്യം ഉണ്ടാക്കും. ഇപ്പം ഞാനൊരു ഹെൽത്ത് കെയർ ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാണ് പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ എല്ലിന് ഒരു ഹൈറാർക്കിയൽ പോറോസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ CT സ്കാനോ എന്തെങ്കിലും വെച്ചിട്ട് ആദ്യം തന്നെ ആ ഇമേജ് കണ്ടൊന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് അതുപോലത്തെ ഇമേജ് നമ്മൾ CAD സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഹോളോ സ്ട്രക്ചർ അല്ല, സോളിഡ് സ്ട്രക്ചറാണ്. ഉള്ളിൽ ഈ നമ്മുടെ എല്ല് പിന്നെ അരികിലേക്ക് ഭയങ്കര ടെൻസ് ആയിട്ടും നടുക്കേക്ക് ഭയങ്കര പോറസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതേപോലത്തെ സ്ട്രക്ചർ തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ഹൈറാർക്കിയൽ പോറും ആ പോറോസിറ്റിയും ഒക്കെ ഇന്റർ കണക്റ്റഡ് പോർസ് ഒക്കെ ഉള്ള സാധനം തന്നെ പ്രിന്റ് ചെയ്തിട്ട് പിന്നെ ഈ എല്ലിന് സപ്പോർട്ട് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾക്ക് സിറാമിക് വേണം. ഏത് തരം സിറാമിക് ആണ് വേണ്ടത് വെച്ചാൽ നമ്മൾ ഇംപ്ലാന്റ് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഈ എല്ലുകളായിട്ട് ബോണ്ട് ചെയ്യുന്നത് ഈ ബോൺ കെമിസ്ട്രിയും ഈ മെറ്റീരിയൽ കെമിസ്ട്രിയും തമ്മിലൊരു ബന്ധം വേണം. എല്ലുകളായിട്ട് കെമിക്കൽ ബോൺസ് ഉണ്ടാക്കുന്ന രീതി സിറാമിക്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സിറാമിക് ഇപ്പം ഏത് ഭാഗത്താണ് നമ്മൾ എല്ല് വെക്കുന്നതനുസരിച്ചിട്ട് നമ്മളൊരു ലോഡ് ബെയറിംഗ് ഭാഗത്താണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ ടെക്നോളജി വല്ല ലേസർ സിൻറിങ് ടെക്നോളജി അങ്ങനെയായിരിക്കണം. വല്ല നമ്മൾ ലോഡ് ബെയറിംഗ് അല്ലാത്ത സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു പ്രിന്റിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ സാറ് പറഞ്ഞതിന് മെയിൻ ആയിട്ടുള്ളൊരു ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ CAD സോഫ്റ്റ്വെയറിലുള്ള ഡിസൈൻ വളരെ സൂക്ഷ്മമായിരിക്കണം, നല്ലതായിരിക്കും. എന്നാലേ നമുക്ക് വേണ്ട സാധനം കിട്ടുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പല ഓപ്ഷൻസ് നോക്കും, ഒരു ഡിസൈൻ ഉണ്ടാക്കും. ഈ എല്ലിൽ വരുന്ന സ്ട്രെസ്സൊക്കെ ആ ഡിസൈനിൽ എങ്ങനെയാണ് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുക, നമ്മൾ ഉണ്ടാക്കിയ ഡിസൈന് നമ്മൾ പിന്നെ പ്രാക്ടിക്കലായി പിന്നെ യൂസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തുള്ള സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യും. ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ആ ഒരു സാറ്റിസ്ഫാക്ടറി ഡിസൈൻ മാത്രമേ നമ്മൾ ഫൈനലി 3D പ്രിന്റിങ് ചെയ്യാറുള്ളൂ. ഇതാണോ സാറ് ചോദിച്ചത്? പ്രിന്റ് ചെയ്യുന്നത് ഈ ഒരു പിന്നെ ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് STL ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് അതാണ് പ്രിന്ററിന് മനസ്സിലാവുന്ന ഭാഷ, അതിലേക്ക് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാന്ന് ഞാനൊന്ന് ഒന്നുകൂടെ പറഞ്ഞതിന് തൊട്ട് മുമ്പിലത്തെ ഒരു സ്റ്റേജ് ഞാൻ പറയാം. അതായത് എങ്ങനെയാണ് 3D പ്രിന്റ് ചെയ്ത ഒരു വസ്തു ഉണ്ടാക്കുന്നത്. 3D പ്രിന്റ് ചെയ്യാനായിട്ട് ഇതൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ വേണം. അപ്പൊ എന്താണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഡിസൈൻ. ഉദാഹരണത്തിന് കൈവിരലിന്റെ എല്ലാണ് പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൈവിരലിന്റെ എല്ലിന്റെ ഒരു ഡിസൈൻ നമുക്ക് കമ്പ്യൂട്ടറിൽ വേണം. ഇതിനെ നമ്മൾ എങ്ങനെ എടുക്കും? നമ്മൾ CT സ്കാൻ ഇമേജിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ MRI സ്കാൻ.
ഇങ്ങനെ അതായത് ഇതൊക്കെ ഡയഗ്നോസ്റ്റിക് ഇമേജസ് എന്ന് പറയും. ഇതിൽ നിന്ന് നമ്മൾ 3 ഡയമെൻഷണൽ രൂപം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വിരലിന്റെ എല്ലിന്റെ 3D രൂപം നമുക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് വരും. അതിനകത്ത് ചെയ്യുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സ്ലൈസിങ്. ഇതിനെ പല ലെയറുകളായിട്ട് മുറിക്കും. ഈ ഒരു വിരലിന്റെ ഒരു എല്ലിനെ പല ലെയറുകളായിട്ട് മുറിച്ചിട്ട് ഓരോ ലെയറിലും ഓരോ പാളിയിലും എങ്ങനെയാണ് ഈ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് നമ്മൾ ആ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനോട് പറയും. അപ്പോഴാണ് ഈ ഷൈനി പറഞ്ഞ മാതിരി പുറമേയൊക്കെ വളരെ ഡെൻസ് ആയിട്ടും ഉള്ളിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടും അതിന്റെ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് നമ്മൾ ആ സോഫ്റ്റ്വെയറിലാണ് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പ്രിന്ററിന് ഈ 3D ഇമേജ് അറിയാൻ പാടില്ല. പ്രിന്ററിന് ആകെ കൂടെ അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് മാത്രമേ അറിയാവൂ. അത് വെറും ഒരു മെഷീനാണ്. അപ്പൊ പ്രിന്ററിനോട് പറയണം ഈ സ്ഥലത്ത് നിന്ന് ആ സ്ഥലം വരെ പോയിട്ട് ഈ മെറ്റീരിയൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് പോകണം, പിന്നെ തിരിച്ചു വന്ന് ഇവിടുന്ന് അങ്ങോട്ട് പ്രിന്റ് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പറയുന്നതിന് നമ്മൾ ജിയോമെട്രിക് കോഡ്സ് എന്നാണ് പറയുക. അതിന് ചുരുക്കപ്പേരിൽ ജി കോഡ്സ് എന്ന് വിളിക്കും. ജിയോമെട്രിക് കോർഡിനേറ്റ്സ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഇൻസ്ട്രക്ഷൻ അത് കൊടുക്കും. അത് കൊടുക്കുന്ന അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ, സ്ലൈസ് ചെയ്തതിന് ശേഷം ഇതിനെ മുറിച്ചതിന് ശേഷം ഓരോ പാളികളിലും എവിടെ നിന്ന് എവിടം വരെ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ള ജി കോഡാണ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. അതൊരു ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യും, കമ്പ്യൂട്ടർ ഫയലായിട്ട്. ഈ ജി കോഡുകളാണ് നമ്മൾ 3D ബയോ പ്രിന്ററിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യും. അങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ പ്രിന്ററിന് നിർദ്ദേശം കൊടുക്കുന്നത് ഇങ്ങനെ ഒരു സാധനം നിർമ്മിച്ചെടുക്കുന്നത്. ഈ തോന്നുന്ന ഞാൻ ഉത്തരം പറഞ്ഞു. യെസ് യെസ്, ഇറ്റ് വാസ് വെരി ക്ലിയർ. ഓക്കെ, അപ്പോൾ അത് സ്ലൈസിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. സ്ലൈസ് ചെയ്തിട്ട് ലെയർ ബൈ ലെയർ ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെയറിന് എത്ര തിക്നെസ് ഉണ്ടാവും അതും അല്ലേ നമ്മൾ ഒരു അത് ബൈ ഡിഫോൾട്ട്, അതായത് ഏത് നമുക്ക് ഒന്നും അറിഞ്ഞൂടെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഈ പ്രിന്ററിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു നോസിൽ വഴിയാണ്. പ്രിന്ററിന്റെ നോസിലിന്റെ ഡയമീറ്റർ എന്താണോ അതായിരിക്കും ലെയർ ഹൈറ്റ്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാല് ഒരു 400 മൈക്രോൺസ് ടു 800 മൈക്രോൺസ് സാധാരണ പ്രിന്ററിന് ഉണ്ടാവും. ഇല്ലെങ്കിൽ പ്രിന്റിങ് അടുത്ത ലെയർ മുകളിൽ പ്രിന്റ് ചെയ്തത്, എയറിൽ പ്രിന്റ് ചെയ്തത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന 3D പ്രിന്ററിൽ 400 മൈക്രോൺസ് ടു 800 മൈക്രോൺസ് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ടെലിവിഷനിൽ പിക്ചർ വരുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇലക്ട്രോൺ ഗണ്ണ് അത് ഇങ്ങനെ ലീനിയർ ആയിട്ട് സ്കാൻ ചെയ്ത് ഒരു ലൈൻ ബൈ ലൈനായിട്ട് സ്കാൻ ചെയ്തു. പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് നമ്മുടെ ആ മെമ്മറി നമ്മുടെ ഇതിനകത്ത് പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പിക്ചർ കാണുന്നു. അതുപോലെ ഇവിടെ 3D പ്രിന്റിങ്ങിന് അതിന്റെ മറ്റൊരു ഡയമെൻഷനും കൂടെ വരുന്നു. ഒരു TV സ്ക്രീനിൽ ഒരു ലെയർ മാത്രം ചെയ്താൽ മതിയെങ്കിൽ ഇത് തൗസൻഡ്സ് ഓഫ് ലെയേഴ്സ് ഇതിന് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഓക്കെ, അത് വളരെ ക്ലിയർ ആണ്. താങ്ക് യു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചില സെൽസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ പ്രിന്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. ഈ റീജനറേറ്റ് ചെയ്യാത്ത എസ്പെഷ്യലി നമ്മുടെ ബ്രെയിനിന്റെ സെൽസ് അതിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും? അത് വളരെ ഇയർലി ആണ് ഈ ഒരു ഇതിനൊരു ഉത്തരം തരിക എന്ന് പറഞ്ഞാൽ സാധ്യതകളുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം നമ്മളിപ്പോ ശരീരത്തിൽ നിന്ന് കോശങ്ങൾ എടുത്ത് നമ്മളൊരു ബയോ ഇങ്കില് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത് തനിയെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കോശങ്ങളാണ്. കോശങ്ങൾ ഇങ്ങനല്ല ശരീരത്തിൽ ഇരിക്കുക. കോശങ്ങൾ അടുത്ത കോശങ്ങളുമായിട്ട് വളരെയധികം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്ററാക്ട് ചെയ്തെങ്കിൽ മാത്രമേ അതൊരു ടിഷ്യൂ അല്ലെങ്കിൽ കലയായി മാറുള്ളൂ. അപ്പൊ ഈ നെർവിന്റെ, അതായത് സാർ ചോദിച്ച ഈ നെർവ് പോലത്തെ ബ്രെയിൻ പോലത്തെ ടിഷ്യൂവിന് കോശങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെയധികം പ്രധാനമാണ്. കാരണം ഒരു സെല്ലിൽ നിന്ന് ഒരു സന്ദേശം വേറൊരു സെല്ലാണ് അത് സ്വീകരിക്കുക, എന്നിട്ട് അത് വേറൊരു സെല്ലിലേക്ക് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ സെല്ലിനെ കണക്ട് ചെയ്തെടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രിന്റിംഗ് ടെക്നോളജി വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും.
അത് ചിലപ്പോൾ സമീപകാലത്ത് തന്നെ വന്നേക്കാം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പറ്റും. ഒരു ഉപചോദ്യം കൂടി. ആ. ഇത് ഇപ്പോ ആസ് ഓഫ് നൗ നമുക്ക് എന്തൊക്കെ ഓർഗൻസ് നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ടെക്നിക്കൽ അല്ല, എത്തിക്കൽ. അത് മാറ്റി വെച്ചാൽ ഏതൊക്കെ ഓർഗൻസ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ടെക്നോളജി വികസിച്ചിട്ടുണ്ട്? ഗവേഷണ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഗവേഷണ വിധേയമായിട്ടുള്ള ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ, ലിവർ, കോർണിയ, ഹാർട്ട്, പിന്നെ ബോൺ. കിഡ്നി അധികമില്ല, പക്ഷെ ഒരു ഗ്രൂപ്പ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എന്തായാലും പുതിയ അറിവുകളാണ്. എനിക്ക് തോന്നുന്നത് കുട്ടികളൊക്കെ കേൾക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ആശയങ്ങൾ കിട്ടുന്നതാണ്. അവർക്ക് വീണ്ടും പഠിക്കാനും പ്രവർത്തന ഫീൽഡ് തിരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട്. താങ്ക് യു. കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നും ഒക്കെ ശ്രീത്ര വരിക, കാണുക. ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, ശ്രീചിത്രയിലെ കുട്ടികൾക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്, അവരത് അറേഞ്ച് ചെയ്യും. ഓക്കെ, താങ്ക് യു. പാർട്ടിസിപ്പൻസിന് ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇന്ത്യയിൽ ഇതുപോലെ ഇതേ ഫീൽഡിൽ റിസർച്ച് നടക്കുന്ന വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ ഗവേഷണ സ്ഥാപനങ്ങളോ മറ്റോ ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളോ? ഉണ്ട്, ധാരാളം ഉണ്ടോ? IIT-കളുണ്ട്, NIT-കളുണ്ട്. മിക്കവാറും ഇതൊരു വളരെയധികം കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള റിസർച്ച് മേഖലയാണ്. ഇത് പല ആളുകൾ ചെയ്തെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു ടെക്നോളജി വരുള്ളൂ. അപ്പോൾ പല തരത്തിൽ പല ലെവലിൽ റിസർച്ച് നടക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ അതിനുള്ള കോൺഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ അതിന്റെ പ്രോഗ്രസ് ഷെയർ ചെയ്യുന്നതും? 3D ബയോ പ്രിന്റിങ്ങിന് വേണ്ടി മാത്രം കോൺഫറൻസസ് ഇന്ത്യയില് ധാരാളം നടക്കുന്നു. ഒരു അഡിറ്റീവ് മാനുഫാക്ചറിംഗ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന സൊസൈറ്റി ഉണ്ട്. അവരെല്ലാ വർഷവും കോൺഫറൻസസ് നടത്താറുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെയിൻ പിന്നെ പാനൽ തന്നെ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ഹെൽത്ത് കെയർ ഒരു സെഷൻ. നിങ്ങൾ ഈ റിസർച്ച് സ്റ്റുഡൻസിനെയൊക്കെ എടുക്കുന്നുണ്ടോ? റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. PhD സ്റ്റുഡൻസ് ഉണ്ട്, MTech ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. 3D ബയോ പ്രിന്റിംഗിൽ മാത്രം PhD ചെയ്യുന്ന കുട്ടികളുണ്ട്. MK സംസാരിച്ചോളൂ. Hello, good evening, sir. Good evening. Good evening, ma'am. Good evening. Ma'am, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. എന്താ പേര്? എൻ്റെ പേര് മിഥിലേഷ് കുമാർ. മാം, എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ സ്റ്റുഡൻറ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടത് ആസ് എ സ്റ്റുഡൻറ്? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ BBA ആണ്. ഞാൻ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ആസ് എ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഒരു ആള് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഹൗ വി ക്യാൻ ഏബിൾ ടു ടേക്ക് ദിസ് പ്രൊഫഷൻ? 3D ബയോ പ്രിന്റിംഗ് എന്ന് പറയുന്ന മേഖല അതൊരു സയന്റിഫിക് മേഖല മാത്രമായിട്ട് ഒതുക്കുന്നില്ല. ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ്. ഇതിനകത്ത് കെമിസ്റ്റ് വേണം, ബയോളജിസ്റ്റ് വേണം, ക്ലിനീഷ്യൻ വേണം, എഞ്ചിനീയർ വേണം. എല്ലാവരും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ഒരു ചെറിയൊരു കൺസെപ്റ്റ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റൂ. പിന്നെ പ്രിന്റർ വേണം. പ്രിന്ററിന്റെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേറെ ഇത് വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു ഡൊമൈനിലുള്ള ആൾക്കും ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരാം. സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉള്ള മേഖലയിലുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് വരാൻ പറ്റും. മെഡിക്കൽ അതായത് ഓപ്ഷൻസ് റിസർച്ച് തന്നെയാണ്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ ഇപ്പം PGക്കും എനിക്കൊന്ന് അണ്ടർ ഗ്രാജുവേറ്റിനും ഇപ്പം പ്രോജക്റ്റുകളുണ്ട്.
ആ പ്രോജക്റ്റുകൾ അവർക്ക് ഇതിൽ ചെയ്യാം. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ അതിനോടുള്ള താല്പര്യം കൂടും. പിന്നെ തുടർന്ന് ഉപരിപഠനത്തിന് പോവുകയാണെങ്കിൽ അവർക്ക് അതിൽ PhD ചെയ്യാം. സാർ, അപ്പൊ ഈ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ഇത് കോളേജിലാണെങ്കിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ അതോ ഇനി അത് അപ്കമിങ് ആണോ, എങ്ങനെയാ? എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ഏത് ലെവൽ വരെ ആയിരുന്നു? ലൈക്ക് കോളേജസിന്റെ അകത്ത് ഇതിട്ട് ഇപ്പൊ ടീച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ അതോ ഇത് അപ്കമിങ് ഒരു പ്രോഗ്രാം ആണ്? കോളേജസിൽ ടീച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അതായത് സംശയം. ടിഷ്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇപ്പൊ എല്ലാ ബയോടെക്നോളജി, ഇപ്പൊ ടിഷ്യൂ എഞ്ചിനീയറിംഗ് പറഞ്ഞ MSc കോഴ്സ് തന്നെയാണ് മണിപ്പാലിലൊക്കെ, റീജനറേറ്റീവ് മെഡിസിൻ അങ്ങനെയുള്ള കോഴ്സുകളിലെ ഒരു പേപ്പർ തന്നെയാണ്. അല്ലാത്ത കോളേജുകളിൽ ഇവര് പുറമേ നിന്ന്, അതായത് ബയോടെക്നോളജിയുടെ ഭാഗമായിട്ട് ഇത് കോഴ്സ് എടുക്കാറുണ്ട്. ഗസ്റ്റ് ലെക്ചേഴ്സ് വെച്ചിട്ടും അല്ലാതെയും അവർ പറയാറുണ്ട്. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബയോടെക്നോളജി കോഴ്സുകളിൽ. Okay. Thank you, ma'am. Thank you, sir. Nice presentation. ഓക്കെ, അപ്പം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കും വളരെ നല്ല പ്രസൻറ്റേഷനും ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ അനിൽകുമാറിനും ഡോക്ടർ ഷൈനി വേലാതിനും സയൻസ് പീപ്പിളിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ ടോക്ക് കേൾക്കാനും ഇതിൽ പങ്കെടുക്കാനും എത്തിയിരിക്കുന്ന എല്ലാവർക്കും സയൻസ് പീപ്പിളിൻ്റെ പേരിൽ നന്ദി. അതുപോലെ ഈ ടോക്ക് മോഡറേറ്റ് ചെയ്ത് ആങ്കർ ചെയ്ത രതീഷിന് സയൻസ് പീപ്പിളിൻ്റെ പേരിൽ നന്ദി പറയുന്നു.